അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു മുജാഹിദ് അനുഭാവിയായ ചങ്ങാതി പറഞ്ഞു, അവർ ഖുർആൻ അല്ലെങ്കിൽ നബിയുടെ ഹദീസിന് വേണ്ടി ആകെ അവർ നോക്കുന്നത് ആരാണ്, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ മാത്രമാണ് അവർ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മുസ്ലിങ്ങൾ നോർമലി ആരുടെയൊക്കെ ഹദീസുകളാണ് നമ്മുടെ ഇതായിട്ട് സ്വീകരിക്കുന്നത്, നമ്മൾ തെളിവായിട്ട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ നമ്മുടെ ഒരു പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ കുറിച്ച് ഉസ്താദ് വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ചോദ്യമാണ് നമ്മുടെ ഷിജു ഹനീഫ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് ഏതൊരു മുജാഹിദ് സുഹൃത്ത് അല്ലെങ്കിൽ ഒരു മുജാഹിദ് അനുഭാവി പറഞ്ഞു, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ ഏതൊക്കെ ഹദീസുകളാണ്, ആരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് നമ്മൾ സ്വീകരിക്കുക എന്നാണ് ഷിജു ഹനീഫിന്റെ. മുജാഹിദുകൾ എന്തോ പറയട്ടെ, നമ്മൾ സ്വീകരിക്കുന്നത് ആരുടെയൊക്കെ ഹദീസാണ് എന്നതാണ് ഷിജു ഹനീഫിന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഷിജു ഹനീഫിനോട് മാത്രമല്ല, നമ്മുടെ എല്ലാ ശ്രോതാക്കളും അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുന്നു. ചോദ്യകർത്താവിനും ശ്രോതാക്കളായ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ഉപകാരപ്രദമായ ഇൽമ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, അതേപോലെ കർമ്മങ്ങൾ, സ്വഭാവ സംസ്കരണങ്ങൾ, ഇത് മൂന്നും ചേർന്നതാണ് ഇസ്ലാം എന്ന് ഒരു നിലക്ക് പറയാം. വിശ്വാസം, കർമ്മം, സ്വഭാവം, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, അല്ലെങ്കിൽ അഖീദ, അമല്, തസവൂഫ്, അമലിയാത്ത്, ദീനിയാത്ത്, അഖ്ലാഖ്, ഇങ്ങനെയൊക്കെ നമുക്ക് അത് പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാം. വിശ്വാസ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇസ്ലാം ചർച്ച ചെയ്യുന്നു. ഇസ്ലാമില് ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഉണ്ട്. കർമ്മപരമായ വിധികളുണ്ട്, വിശ്വാസ കാര്യങ്ങളുണ്ട്. ഈ വിധികൾ എന്ന് പറയുന്നത് തന്നെ കോടിക്കണക്കിന് അല്ലെങ്കിൽ എത്രയോ കോടിക്കണക്കിന് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള വിധിവിലക്കുകൾ അത് പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഒരാള് ചന്ദ്രനിൽ പോകുന്നുവെങ്കിൽ ചന്ദ്രനിൽ അങ്ങനെ പോകേണ്ടതുണ്ടോ പോകാതിരിക്കേണ്ടതുണ്ടോ, പോയാൽ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാതിരിക്കണം, അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാണ്. അങ്ങനെ തുടങ്ങി ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഒരാൾ തുപ്പുമ്പോൾ എങ്ങനെ തുപ്പണം, ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്ത് ചെരിഞ്ഞു കിടന്ന് ഉറങ്ങണം, ഇങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ 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 സമുദ്ര സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വിശാലമാണ് ഇസ്ലാം. ഇതിന്റെ ആകത്തുകയാണ് വിശുദ്ധ ഖുർആൻ, അതുപോലെ ഹദീസുകൾ. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതാണ് ഹദീസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിലെ ഒന്നാം പ്രമാണമായും രണ്ടാം പ്രമാണമായും നമ്മൾ എണ്ണുന്നത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. പക്ഷെ ഈ പ്രമാണം എന്ന് പറയുമ്പോൾ എന്റെ ഷിജു ഹനീഫ് ശ്രദ്ധിക്കുക, ലോകത്ത് പ്രമാണങ്ങളെ ഏതും പരിശോധിക്കുന്നത് അതിൻ്റെതായ ആളുകളാണ്, അർഹരായ ആളുകളാണ് അത് മനസ്സിലാക്കേണ്ടതും അത് പറയേണ്ടതും. അതൊന്നും ആർക്കും തർക്കമുണ്ടാകേണ്ട ഒരു കാര്യമേ അല്ല. ഇന്ത്യൻ ഭരണഘടന അത് വളരെ
ഖുർആനെയും ഹദീസിനെയും അപേക്ഷിച്ച് വളരെ നിസ്സാരമാണ്. പക്ഷെ എന്നാലും അത് കൈകാര്യം ചെയ്യാൻ അതിൻ്റെതായ ആളുകളുണ്ട്. എല്ലാ സാധാരണക്കാർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പ്രമാണം എന്ന് പറയുമ്പോൾ ആ പ്രമാണം കൈകാര്യം ചെയ്യാൻ അർഹതയുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് അതിനിടയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രമാണം എനിക്കും നിങ്ങൾക്കും നമുക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമേ അല്ല പ്രമാണം എന്ന് പറയുന്നത്. അത് പല കാരണങ്ങളുണ്ടതിന്. എന്തോ ആകട്ടെ, അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല. ഞാൻ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. അപ്പൊ ഈ പ്രമാണം, ഈ ഹദീസ് അതിലൊരു പ്രമാണമാണ്. ഇതിൽ ഏത് ഹദീസാണ് സ്വീകരിക്കുക എന്നതാണ് ഷിജു ഹനീഫിന്റെ ചോദ്യം. ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവർത്തനങ്ങൾ, അംഗീകാരം, ഇതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങളും വാക്കുകളും അതുപോലെ അംഗീകാരങ്ങളും അത് സ്ഥിരപ്പെട്ട അംഗീകാരങ്ങൾ, സ്ഥിരപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ഥിരപ്പെട്ട വാചകങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് ഏതാണ് എന്ന് നമുക്ക് സ്ഥിരപ്പെടണം. ആ സ്ഥിരപ്പെട്ട ഏത് വാചകവും, ഏത് പ്രവർത്തനവും, ഏത് അംഗീകാരവും അതിൻ്റെതായ ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് പ്രമാണമാക്കാം. അപ്പൊ അതിൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ മുസ്ലിമിന്റെയും ബുഖാരിയുടെയും ഹദീസ് എന്ന് പറയുന്നതിനേക്കാൾ അതിനു മുമ്പാണ് ഈ പ്രമാണങ്ങൾ പരിശോധിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വന്നിട്ടുള്ളത് തന്നെ. അപ്പോ മുസ്ലിമിന്റെ മാത്രമല്ല, ബുഖാരിയുടേത് മാത്രമല്ല, ഈ പ്രമാണങ്ങൾ പരിശോധിക്കുന്നവരാരോ അവർക്ക് സ്ഥിരപ്പെട്ട ഹദീസുകൾ, അത് ബുഖാരിയുടെ അങ്ങനെയാകാം, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ശേഷം വരുന്ന ആളുകൾക്ക് അത് അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാകാം, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാകാം. അതിനേക്കാൾ മുമ്പ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറയുന്നത് തന്നെ നിരർത്ഥകമാണ്. ഇപ്പൊ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി ഇമാമാണ് പ്രമാണം പരിശോധിച്ച് വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പണ്ഡിതൻ. ഷാഫി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ന് പറയാൻ തന്നെ നിർവാഹമില്ല. കാരണം എന്തുകൊണ്ട്? ബുഖാരി ജനിക്കുന്നത് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിന് ശേഷാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ശിഷ്യൻ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബുഖാരിയുടെ ഹദീസെ പ്രമാണമായി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിരർത്ഥകമാണ്. കാരണം എന്തുകൊണ്ട്? പ്രമാണം പരിശോധിക്കപ്പെട്ടതും പ്രമാണം നോക്കി വിഷയങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതും ഇതിനു മുമ്പാണ്. ബുഖാരിയും മുസ്ലിം ഒക്കെ വരുന്നതിന് മുമ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അവര് തെളിവിന് സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന നിലക്കല്ല. അത് ഷിജു ഹനീഫിന് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാനിത് പറയുന്നത്. ഷിജു ശ്രദ്ധിക്കുക, എന്റെ ഉപചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കാം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹുവിന് പ്രമാണമാക്കിയിട്ടുണ്ടാകാം. പക്ഷെ അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന നിലക്കല്ല. കാരണം ഇമാം ബുഖാരിയുടെ മുമ്പാണല്ലോ ഇമാം ഷാഫി റളിയല്ലാഹു. അപ്പൊ ഈ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ആളുകൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസെ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അതിൽ യഥാർത്ഥത്തിൽ ഒരു മഹാവിഡ്ഢിത്തം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുകൊണ്ട്? അത് ഷിജു ഹനീഫിന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ഇമാമിങ്ങളെല്ലാം അവരാണ് ഈ പ്രമാണം പരിശോധിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. എല്ലാവർക്കും തർക്കമില്ല. അവരൊക്കെയും ഈ ഇമാമിങ്ങൾക്കെല്ലാം മുമ്പാണ്. ഇന്ന് നിലവിലുള്ള ഹദീസ് പണ്ഡിതന്മാരായി നമ്മൾ കാണുന്ന തിർമുദി ആകട്ടെ, ബൈഹഖി ആകട്ടെ, നസായി ആകട്ടെ, മുസ്ലിം ആകട്ടെ, ബുഖാരി ആകട്ടെ, അങ്ങനെയുള്ള ഇമാമിങ്ങൾക്കെല്ലാം മുമ്പാണ്. അതിലിപ്പോ മാലിക് റളിയല്ലാഹു മുവത്തയുടെ രചയിതാവാണ്, അഹ്മദ് റളിയല്ലാഹു മുസ്നദിന്റെ രചയിതാവാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഹദീസുകളൊക്കെ ഈ രൂപത്തിൽ വിരചിതമായത് തന്നെ. അപ്പോ സത്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഷിജു ഹനീഫിന്റെ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ പറയാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ട എല്ലാ വാചകങ്ങളും അത് ആര് റിപ്പോർട്ട് ചെയ്താലും ശരി, അതാണ് പ്രമാണമായി പ്രമാണമാക്കാൻ അർഹരായ ആളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് അതിന്റെ ഏറ്റവും ശരിയായ, ഏറ്റവും ലളിതമായ, ഏറ്റവും കുറഞ്ഞ ഹ്രസ്വമായ മറുപടി എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷിജുവിന് ഇത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും മൈക്കിലേക്ക് വരാം. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു തആല ഷിജുവിനും അതേപോലെ ഈ പരിപാടി ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകൾക്കും
അള്ളാഹു ഇൽമ് വർദ്ധിപ്പിക്കട്ടെ, പഠിക്കുന്ന ഇൽമുകൾ ഉപകാരം നൽകുന്ന ഇൽമുകളാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വളരെ നന്ദിയുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞതിന് ഓക്കെ എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഇമാം ഏതാണ് നമ്മുടെ മുസ്ലിം അല്ലെങ്കിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലാതെ വേറെ ആരൊക്കെ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുക്സുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും ബുക്കുകളുണ്ട് ഹദീസുകൾ വെച്ചിട്ട്, അതുപോലെ തന്നെ വേറെ ബുക്കുകളുണ്ടോ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി? ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ബാലിശമായ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇത് ഇങ്ങനെ എന്താ ഈ ഒസ്വാസാക്കിയപ്പോൾ നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിനെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധാരാളം ഹദീസിന്റെ കിതാബുകൾ ധാരാളം ഉണ്ട് ഷിജു, ഒരുപാടുണ്ട്. ബുഖാരി മുസ്ലിം മാത്രമൊന്നല്ല, തിർമുദി ഉണ്ട്, സുനൻ തിർമുദി, അതേപോലെ സുനൻ നസാൽ ജാമി തിർമുദി, അതേപോലെ സുനൻ നസായി, സുനൻ ഇബ്നു മാജ, അങ്ങനെ ഒരുപാട് സിഹാഹുസിത്ത കുറെ കിതാബുകളുണ്ട്, ധാരാളം കിതാബുകളുണ്ട്. ബൈഹഖി ഉണ്ട്, അതിന്റെയൊക്കെ മുമ്പ് രചിക്കപ്പെട്ട മുസന്നഫുകളുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്ന വലിയ ഹദീസിന്റെ കിതാബുണ്ട്. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്തയുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അത് ഇബ്നു മാജയുണ്ട്. അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലൊക്കെ ചിലപ്പോ സഹീഹായ ഹദീസും ലഈഫായ ഹദീസും ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും എല്ലാ ഹദീസുകളും പ്രമാണബദ്ധിതമാണ് എന്ന് പറഞ്ഞാൽ പ്രമാണയോഗ്യമാണ്. അതേപോലെ എല്ലാ ഹദീസുകളും മറ്റുള്ള കിതാബുകളിൽ ഒരുപക്ഷെ പ്രമാണത്തിന് അർഹരായ ആളുകൾ, പ്രമാണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലഘൂകരിച്ച് കാണാൻ പാടില്ല ഷിജു. നമ്മൾക്ക് പ്രമാണം നോക്കാനോ, ഇപ്പൊ സ്വാഭാവികമായും ഷിജുവിന് തന്നെ ബോധ്യപ്പെടും, ഖുർആൻ നോക്കി വായിക്കാനോ അല്ലെ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനോ കഴിയാത്തവരാണ് ഷിജുവും ഞാനൊക്കെ. ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ, ഷിജു മാത്രമല്ല, ഷിജുവിനെ വിവരം ഇല്ലാത്ത ആളാക്കി എന്ന് വിചാരിക്കണ്ട. ഈ പറയുന്ന എനിക്ക് ഖുർആൻ നോക്കി അർത്ഥം പറയാനോ അതിന്റെ വിധിവിലക്കുകൾ കണ്ടെത്താനോ കഴിയില്ല. അപ്പൊ അതേപോലെ നമുക്ക് കഴിയില്ല. അപ്പൊ കഴിയാത്ത നമ്മൾ സ്വാഭാവികമായും നമ്മളെക്കാൾ കഴിവുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരും. അതൊരു ലളിത യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ പ്രമാണങ്ങൾ നോക്കുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളും പ്രമാണം കൈകാര്യം ചെയ്യുക എന്നല്ല, പ്രമാണം കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവർ കൈകാര്യം ചെയ്യുക. ആ കെൽപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബുഖാരി മുസ്ലിം മാത്രമല്ല, എല്ലാ ഹദീസിന്റെ ഏതെല്ലാം കിതാബുകൾ നിലവിലുണ്ടോ അതിലെല്ലാം തന്നെ പ്രമാണയോഗ്യമായ ധാരാളം ഹദീസുകൾ ഉണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ കിതാബിന്റെ പേരാണ് നേരത്തെ നമ്മുടെ ഷിജു ചോദിച്ചിട്ടുള്ളത്. മുസ്ലിം, സഹീഹ് മുസ്ലിം, സഹീഹുൽ ബുഖാരി, അതേപോലെ പിന്നെ ഇബ്നു മാജ, തിർമുദി, പിന്നെ നസായി, അങ്ങനെ പറഞ്ഞുകൊണ്ട് ധാരാളം കിതാബുകളുണ്ട്. ഈ ഇമാമിങ്ങളെല്ലാം ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖ്, അതേപോലെ മുസ്നദ് അഹമ്മദ്, അൽ മുവത്ത ലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹും, അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. ശുക്രൻ സാറേ. പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത്, എനിക്കിപ്പോ 35 വയസ്സായി. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും നമ്മുടെ നാട്ടിലൊന്നും സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ റീസെന്റ് എന്റെ മൂത്താപ്പ, എന്റെ വാപ്പയുടെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയി. അപ്പോ നമ്മുടെ തന്നെ ഫാമിലിയിൽപ്പെട്ടതാണ് ഒരു മുജാഹിദ് ചായവുള്ള ഒരാൾ പറഞ്ഞു, സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയും. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഇല്ല, അതിന്റെ ആവശ്യമില്ല, അങ്ങനെ നിസ്കരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നിസ്കരിപ്പിച്ചില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ശരിക്കും സ്ത്രീകൾ നിസ്കരിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ നിസ്കരിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോ എന്താണ് അവിടെ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോൾ ആരോ പറഞ്ഞു ഒരാൾ ഇമാമായിട്ട് ഇന്ന് സ്ത്രീകൾക്ക് നിസ്കരിക്കാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ പോയി എല്ലാവരും കൂടി നിസ്കരിക്കുന്നതിനുള്ള അതിന്റെ ആ ഇമ്പോർട്ടൻസ് വല്ലതും കുറഞ്ഞു പോകും. അല്ലെ അതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ ചോദിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ഈ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ കാര്യം നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഉസ്താദിനെ ചോദിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടല്ലോ. നമ്മുടെ പൂർവികർ എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ
ഉപ്പാപ്പ അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ ചെയ്തു, അതനുസരിച്ച് നമ്മൾ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്റ്റാൻഡേർഡ് ചോദിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും ഷിജുവിന്റെ ഈ ചോദ്യത്തിന് വളരെ എനിക്ക് സന്തോഷം തോന്നുകയാണ്. തികച്ചും പച്ചയായി പഠിക്കാൻ വേണ്ടി തന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ചോദ്യം. അല്ലാഹു തആല ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിജു വളരെ ബുദ്ധിപൂർവകമായി തന്നെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാം വിവേകവും ബുദ്ധിയും വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഷിജു പറഞ്ഞ അത് കേട്ടല്ലോ, നമ്മൾ കേട്ടല്ലോ. അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടപ്പോ സ്ത്രീകൾ സാധാരണ മയ്യിത്ത് നിസ്കരിക്കുന്നത് അദ്ദേഹം 10-35 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ല. പക്ഷെ ഒരാള് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് സംശയം ചോദിക്കാൻ ആ ഷിജു അത് തന്നെയാണ്. പൂർവ്വകാലത്ത് സ്ത്രീകൾ അങ്ങനെ മയ്യിത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകൾ മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു നടപ്പ് സാമാന്യമായി ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ശരി. നമ്മുടെ നാട്ടിലൊന്നും മുമ്പുണ്ടായിരുന്നില്ല സ്ത്രീകൾ അങ്ങനെ മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം. നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മയ്യിത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പുരുഷന്മാരാണ് നിർവഹിക്കേണ്ടത്. പുരുഷന്മാർ നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ സ്ത്രീകൾ കൂടെ പോകാറില്ലല്ലോ. മയ്യിത്ത് കുളിപ്പിക്കാനും അതേപോലെ സ്ത്രീകളുടെ മയ്യിത്താകുമ്പോൾ സ്ത്രീകൾ കുളിപ്പിക്കും. എന്നാലും മറ്റുള്ള കാര്യങ്ങൾക്ക്, നിസ്കാരത്തിന് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടത് പുരുഷന്മാർ തന്നെയാണ്. അതേസമയത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന ഒരു കർമ്മശാസ്ത്രപരമായ വിഷയമാണ്. അത് പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രമാണങ്ങൾ നോക്കി പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരാണ് അത് വിശദീകരിക്കേണ്ടത്. അത് പണ്ഡിതന്മാര് വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ട് എന്ന് പണ്ഡിതന്മാര് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതേസമയത്ത് പുരുഷന്മാർ നിസ്കരിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാർ നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിക്കുന്നതിന് പാടെ പടിയടച്ചുകൊണ്ട് അത് നിഷിദ്ധമാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നല്ലാതെ അങ്ങനെ നിസ്കരിക്കണം എന്ന ഒരു ഉപദേശം, ഒരു നിർദ്ദേശം, ഒരു ആജ്ഞ ഇസ്ലാം നൽകുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊന്നും സാധാരണ നിസ്കരിക്കാറില്ല. ഇപ്പം മുജാഹിദുകളും ജമാഅത്തുകാരും ഒക്കെ അതിൽ ആവേശം കാണിക്കുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് തിയറിയുടെ പ്രശ്നമാണ്. പഴയ കാലത്ത് പൂർവ്വകാലത്ത് ഉണ്ടായ ചര്യകൾ അത് വെട്ടിക്കുറക്കുകയും ഇല്ലാത്ത പലതും ഉണ്ടാക്കുകയും ചെയ്യുക എന്ന തിയറിയിൽ നിന്നാണ് അവർ ഈ ഒരു കോലാഹലം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ നിസ്കരിക്കണം എന്ന് നിർദ്ദേശമില്ലാത്തത് കൊണ്ട് അതങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാൽ അഥവാ ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെയോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ശേഷമോ നിസ്കരിച്ചാൽ അതിനെ തടയാനും അതിനെ വിമർശിക്കാനും നമ്മൾ പോകാറുമില്ല. പക്ഷെ ഷിജുവിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പുരയിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഏതെങ്കിലും പെണ്ണുങ്ങൾ, 1-2 പെണ്ണ് ഒരാണിന്റെ കൂടെ നിസ്കരിച്ചാൽ പിന്നീട് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോവുകയില്ലേ എന്ന ഒരു ചോദ്യം, അത് തീർച്ചയായും ബുദ്ധിപരമാണ്. ആ ചോദ്യത്തിന്, ആ ഒരു സംശയത്തിന്, ആശങ്കക്ക് ഞാനും അടിവരയിടുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഴയ കാലത്തെ പോലെ തന്നെ നമുക്ക് നീങ്ങാം. സ്ത്രീകളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അവളെ ബഹളം വെച്ച് നമ്മൾ തടയേണ്ടതുമില്ല. അനുവദിക്കുന്ന ഈ ഒരു പുരുഷന്റെ കൂടെയോ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിസ്കരിച്ചതിന് ശേഷമോ നമുക്ക് അവരെ നിസ്കരിക്കാൻ അനുവദിക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവിടെയും അങ്ങനെ അനുവദിക്കുമ്പോഴും അവർ മറ്റ് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അന്യപുരുഷന്മാരെ കാണാനും അതേപോലെ അന്യ ആളുകളുമായി ആ രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. വിഷയം എനിക്കറിയുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ മറ്റോ തോന്നുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് മൈക്കിലേക്ക് വരാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദുമാർ, കേൾക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ഒന്ന് റീസാൻഡ് ചെയ്ത് മുകളിലേക്ക് വരണം എന്നുകൂടി ഓർമ്മിപ്പിക്കണം. വാടാനപ്പള്ളി ഉസ്താദിന്റെ ഒക്കെ
ID കാണുന്നുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈർ ഉസ്താദെ. പിന്നെ അടുത്ത ഒരു ചെറിയ സംശയം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടന്നു വരുന്നതാണ്. കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടില് മുത്തഅല്ലിമീനെ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരെ വിളിച്ച് നമ്മൾ 7 ദിവസമൊക്കെ ഓദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ അവിടെ വീട്ടിൽ ഓദിച്ചു. അപ്പൊ ഈ പറയുന്ന മുജാഹിദ് എന്ന് പറഞ്ഞ ആള് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഏതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പൈസ മേടിച്ച് ഓതുന്നവർ നരകത്തിലാണ്. എന്നോട് ക്ഷമിക്കുക, ഞാൻ ചോദിക്കുന്നത് തെറ്റാണ് ഉസ്താദുമാർ, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇങ്ങനെ പറഞ്ഞൊരു കാര്യത്തിന് നമുക്ക് എന്താണ് നാളെ ഇതിങ്ങനെ പറയുമ്പോൾ സദസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഇവര് പറയുന്ന കേട്ട് തല ഒലിക്കുക അല്ലെങ്കിൽ നമ്മൾ തലയിൽ കുമ്പിട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണ് നമ്മൾ നോർമലി ചെയ്യാറ്. പക്ഷെ ഇതിങ്ങനെ എന്താണ് അവർക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ആ ഗ്രൂപ്പിനുള്ളിൽ എന്താണ് നമ്മളൊരു ഒരു കൊച്ചായി പോകുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാകുമ്പോഴുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഓതുന്നതിന് ഇങ്ങനെ എന്താണ് പൈസ കൊടുത്താൽ അതിന് പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് നമ്മൾ അങ്ങനെ എന്താണ് ഓതുന്നതിന് വേണ്ടി പൈസ കൊടുക്കുന്നതും അത് മേടിക്കുന്നതിൽ എന്ത് തെറ്റുണ്ടോ? അതൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ മരണപ്പെട്ടവർക്ക് വേണ്ടി പാരായണം നടത്തുക, അത് സഹാബത്തിന്റെ കാലം മുതൽ നടപ്പുള്ള ഒരു നല്ല ആചാരമാണ്. എന്ന് മാത്രമല്ല, ലോകത്തൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും ആ ആചാരം നിലനിൽക്കുന്നു. സൗദി അറേബ്യയിലും UAE-യിലും അതുപോലെ എല്ലാ മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരമാണ്, ഒരു നല്ല കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുക എന്നുള്ളത്. അതിനെന്താ തെളിവ്? ഖുർആൻ എന്ന വാചകം തന്നെ അതിന് തെളിവാണ്. ഖുർആൻ എന്ന വാചകം തന്നെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓതപ്പെടുന്നത് എന്നാണ്. അത് പിന്നെ വിരോധിക്കപ്പെടാത്ത എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഓതാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖുർആനിന്റെ അവതരണം തന്നെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഓതണം. അപ്പൊ ഓതേണ്ട, പ്രത്യേകിച്ച് ദുഃഖം വരുമ്പോഴും അതേപോലെ സന്തോഷം ഉണ്ടാകുമ്പോഴൊക്കെ ഓതേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഖുർആൻ. ഇത് മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓതുന്നതിനെ സംബന്ധിച്ച് ഷിജു ഹനീഫി ശ്രദ്ധിക്കുക. അതിനെ സംബന്ധിച്ച് മാത്രം ഒരു ഗ്രന്ഥം, ഒരു ചെറിയൊരു പുസ്തകം ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഖുർആൻ മരണപ്പെട്ടവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലമായി ഒരു വിഷയം പറഞ്ഞിട്ടുമുണ്ട്. ഷിജുവിന് വേണമെങ്കിൽ സിറാജുൽ ഹുദയുടെ അഡ്രസ്സിൽ എന്റെ പേര് വെച്ചുകൊണ്ട് അയച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരും. മൂവാറ്റുപുഴ ഏരിയയിലാണ് അല്ലെ? അതെ, ഖത്തറിൽ ഞാൻ എത്തിച്ചു തരാം. നിങ്ങൾ സിറാജുൽ ഹുദ അഡ്രസ്സിൽ അല്ലെങ്കിൽ എനിക്കൊന്ന് PM ചെയ്യാം. ഞാൻ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഖത്തറിലാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ള ആളുകള് എനിക്കൊന്ന് PM ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ നമ്പർ തന്നാൽ ഞാൻ എത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഏതായിരുന്നാലും ഷിജുവിന്റെ ചോദ്യം അതല്ല, ചോദ്യം മറ്റൊന്നാണ്. കേശ് വാങ്ങിയിട്ട് ഓതാൻ പറ്റുമോ? സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ മരണപ്പെട്ട വീട്ടിൽ ഒരു കേശ് പറഞ്ഞുകൊണ്ട് ഒരു ഇടപാട് നടത്തി ഇത്ര പൈസ തരും അല്ലെങ്കിൽ ഇത്ര പൈസ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഓദിക്കുന്ന സമ്പ്രദായം ഇല്ല. അങ്ങനെ എവിടെയും നമ്മളങ്ങനെ ഓദിക്കുന്ന ഒരു രീതി കണ്ടിട്ടില്ല. ഒരു കേശ് പറഞ്ഞ് ഇത്ര സംഖ്യ തന്നാൽ ഞങ്ങൾ ഓതും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര സംഖ്യ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ഓദിക്കാറോ ഇല്ല. നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതിന് കൃത്യമായ സംഖ്യയും ഇല്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും മുത്തഅല്ലിമീങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരോ ഓതും. നമ്മൾ അവർക്ക് മരണപ്പെട്ടവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സദഖ നൽകും. ഇതാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന സമ്പ്രദായം. ഇത് ഒരിക്കലും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റെന്നല്ല. ഇത് വളരെ പുണ്യകരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വളരെ വലിയ ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ചോദിച്ചു, ഇന്ന ഉമ്മി ഉഫ്തിലത്തി നഫ്സുഹ,
ഞാൻ എന്റെ ഉമ്മയുടെ പേരിൽ സദക്ക ചെയ്താൽ അത് ആ ഉമ്മക്ക് ഉപകരിക്കുമോ? അപ്പൊ ഖുർആൻ ഓതിയ ഉസ്താദിന് അല്ലെങ്കിൽ ഖുർആൻ ഓതിയ മുതഅല്ലിമിന്, വിദ്യാർത്ഥിക്ക് നമ്മൾ നൽകുന്നത് സദക്ക എന്നുള്ള നിലക്കാണ്. അപ്പൊ അതിനെ ഒരു നിലക്കും ചോദ്യം ചെയ്യാനോ, അതാണ് ഇപ്പൊ സമ്പ്രദായമായി, സാമ്പ്രതികമായി, സാമാന്യമായി, പതിവായി നമ്മുടെ നാടുകളിൽ ഉള്ളതാണ്. എന്നാൽ ഈ പറയുന്ന മുജാഹിദുകൾ പറയുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്ന ഖുർആൻ വിൽക്കുക അല്ലെ ഖുർആൻ പൈസ കൊടുത്ത് ഓദിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലവിലില്ല ഇപ്പോൾ. പക്ഷെ എന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പൈസ പറഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ ഓദിക്കാൻ പറ്റുമോ? അത് വിശുദ്ധ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ നിയമം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാം. നമ്മൾ വളരെ നിസ്സാരമായ സംഗതികൾക്ക് പോലും അങ്ങനെ പൈസ പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ച് നമ്മൾ ചെയ്യിക്കാറുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇത് വലിയൊരു സംഗതിയാണല്ലോ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ആ നിലയ്ക്ക് പണം പറഞ്ഞുകൊണ്ട്, കേസ് പറഞ്ഞുകൊണ്ട്, കൂലി പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതിന് വിരോധമില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം ഇന്ന അഹഖമാ അഖസ്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്, നിങ്ങൾക്ക് കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയിട്ടുള്ള വസ്തു അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതി നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇപ്പോ. അങ്ങനെ ചെയ്യാം. അപ്പോ ശിശു ശ്രദ്ധിക്കുക, ഒന്ന്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഖുർആൻ കൂലിക്ക് വിളിച്ച് ഓദിക്കുന്ന ഒരു സമ്പ്രദായം നിലവിൽ ഇല്ല. എന്നാൽ കൂലിക്ക് വിളിച്ച് ഓദിക്കാൻ പറ്റുമോ? അത് പറ്റുകയും ചെയ്യും. ഇതാണ് അതിന്റെ മറുപടി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ കോട്ടൂർ ഉസ്താദ് വന്നിട്ടുണ്ട്. കോട്ടൂർ ഉസ്താദ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കോട്ടൂർ ഉസ്താദ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ വിട്ടുപോയ കാര്യങ്ങളും എന്നാൽ വളരെ പ്രാധാന്യപൂർവ്വം പറയേണ്ട വിഷയങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ ഉണർത്തും. കോട്ടൂർ ഉസ്താദ് ഒന്ന് മൈക്കെടുക്കട്ടെ. അതിന് ശേഷം ഷിജു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والصحابة الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനമുള്ള കുമ്മോളി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സഹോദരങ്ങളെ, നേരത്തെ ക്ലാസ് റൂമിൽ ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് വരണം എന്ന് കുമ്മോളി ഉസ്താദ് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോ ചോദിച്ചതിന് മറുപടി ഉസ്താദ് പറഞ്ഞത് വളരെ തൃപ്തികരമായതും കാര്യങ്ങളുടെ യാഥാർത്ഥ്യവുമാണ്. ഇവിടെ അതിലേക്ക് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഒരു വാൽകഷ്ണമായി ചേർക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോ നമ്മുടെ ചോദ്യകർത്താവായ സുഹൃത്ത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, മുതഅല്ലിമീങ്ങൾ വന്ന് ഓതിയിട്ട് അവിടെ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി വഹാബികൾ പറയുന്നത് പൈസക്ക് ഓതുക അല്ലെ, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഓദിക്കുക, അത് ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശയം ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് നേരത്തെ അവിടെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ഓത്ത് നമ്മുടെ നാട്ടിൽ നടന്നു വരാറുണ്ട്. ഇവിടെ വഹാബികളുടെ നിരൂപണം കേട്ടാൽ തോന്നുക, നമ്മുടെ ചോദ്യകർത്താവ് പറഞ്ഞതനുസരിച്ച് അവരുടെ നിരൂപണം കേട്ടാൽ തോന്നുക പൈസ കൊടുത്തിട്ട് ഓദിക്കുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഓതിയിട്ട് പൈസ വാങ്ങുന്നതാണ് പ്രശ്നം എന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും മരിച്ച വീട്ടിലെ വഹാബികൾ ആരെങ്കിലും ഓതുന്ന നിങ്ങളാരെയും കണ്ടണം? അല്ല, നമ്മളെ ആലോചിക്കുക. അല്ലെ, ഒരു വിഷയത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ മറികടക്കാൻ വേണ്ടി, അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആ തെറ്റാണ്ട് മാറ്റിയിട്ട് ശരി നടപ്പിൽ വരുത്തുക. ഏതെങ്കിലും ഒരു വീട്ടില് ഏതെങ്കിലും ഒരു മരിച്ച സ്ഥലത്ത് കാശൊന്നും വാങ്ങാതെ വഹാബികൾ ഓതുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രല്ല, ഒരു കാശ് വാങ്ങിയോ വാങ്ങിയില്ലേ എന്നതല്ല പ്രശ്നം. വഹാബികളുടെ സിദ്ധാന്തം അനുസരിച്ച് മരിച്ച വീട്ടിൽ ആരെങ്കിലും ഓതാനിരുന്നാൽ കഴിയുമെങ്കിൽ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കും.
ഫത്വ എന്താ? ഫത്വ എന്താണ്? ഫത്വ ഖുർആൻ ഓതാൻ പാടില്ല, മാതൃഭൂമി വേണമെങ്കിൽ വായിക്കാമെന്നാണ്. അതാണ് ഫത്വ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു കാര്യം സ്പഷ്ടമാണ്. പരിശുദ്ധ ഖുർആന് മരണ വീട്ടിൽ ഓതുന്നതിനെ മുടക്കാൻ വേണ്ടി വഹാബികൾ പറയുന്ന ആദ്യ പടിയിലെ ഒരു ഞൊണ്ടി ന്യായമാണ് ഇത് കാശ് കൊടുത്ത് ഓദിക്കലാണ്, അത് പാടില്ല. ഉടനെ തന്നെ അപ്പൊ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ നമ്മൾ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് നേരത്തെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് STVയിൽ കുറച്ച് ദിവസം വന്നോളൂ, നിങ്ങൾ ചോദിച്ചോളൂ, എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹു തആല മാറ്റിത്തരും ഈ രംഗത്തല്ലേ കേട്ടാ. പിന്നെ മറുപടി പറയാൻ നമുക്ക് യാതൊരു കുറവുണ്ടാവില്ല. അപ്പൊ ഇനി അങ്ങനെ വന്നാല് എന്താ മറുപടി നമ്മൾ പറയേണ്ടത്? ആയിക്കോട്ടെ, എന്നാൽ ഈ മൂലരുട്ടികളൊക്കെ പൈസ വാങ്ങിയിട്ടില്ലോ, അതിന് ഞങ്ങൾ പൈസ വാങ്ങാതെ കുറച്ചേരം ഓതിക്കോളി എന്ന് പറയാ കേട്ടോ. അത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ മുത്തഅല്ലിമീങ്ങളൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഓതുന്നതെന്നല്ലേ നിങ്ങൾ പറയണത്. യാഥാർത്ഥ്യം നേരത്തെ കുമ്മോളി ഉസ്താദ് പറഞ്ഞു, അങ്ങനെ കാശ് പറയുകയോ കൂലി നിശ്ചയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓതിയാൽ ആ ഓതിയവർക്ക് എന്തെങ്കിലും ആ വീട്ടുകാർ ഹദിയ കൊടുക്കുക, എന്താ കൊടുത്ത് വാങ്ങി വാങ്ങും, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇന്ന കൂലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. കൂലി എങ്ങനെ? നമ്മളെ വീട്ടിൽ ചിലപ്പോ വിറകൊത്താൻ കൂലിക്കാരനെ വിളിക്കലുണ്ട്. വൈകുന്നേരം വരെ കൊത്തിയിട്ട് പോകുമ്പോ ഒരു 100 നോട്ട് മടക്കി കീശയിൽ ഇട്ടെടുത്താൽ നല്ല രസം ഉണ്ടാവില്ലേ? ആ കോടാലി പിന്നെ മൂർദാവലിക്കാരൻ വീഴുക അല്ലേ? അങ്ങനല്ലേ? പണിക്കാരനെ വിളിച്ചിട്ട് കൂലി കൊടുക്കുമ്പോ അങ്ങനെയാണല്ലോ. അയാൾക്ക് വേണ്ട നിശ്ചയിക്കപ്പെട്ട കൂലിയോ അല്ലെങ്കിൽ നാട്ടു നടപ്പിലുള്ള കൂലിയോ എന്താക്കണം? കൊടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് ഓത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും കൊടുത്താൽ അത് വാങ്ങും, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആരും ചോദിക്കാനും മേക്കിട്ടേറാനൊന്നും പോവില്ല. അതാണ് കുമ്മോളിസ്തവർ അങ്ങനെ കൂലി നിശ്ചയിക്കുകയോ കൂലി എന്ന നിലക്ക് കൊടുക്കുകയോ കൂലി എന്ന നിലക്ക് വാങ്ങുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞത്. എന്നാ കൂലി എന്നുള്ള നിലക്ക് വാങ്ങുക എന്ന് കൂട്ടിക്കൊള്ളി. എന്നാ എത്രയാ വാങ്ങുക? വല്ല കണക്കുണ്ടോ? കൂലി എന്ന നിലക്ക് വാങ്ങുകയാണെങ്കിൽ എത്ര വാങ്ങണം? ആ അള്ളാഹുവിന്റെ ആയാത്തിന് സമനം കലിയിൽ പകരം വാങ്ങരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പൊ കൂലി വാങ്ങുകയാണെങ്കിൽ കുറച്ചങ്ങാണ്ട് വാങ്ങിയതിയോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം ആലോചിക്കുക നമ്മള്. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങലാണ് പ്രശ്നമെങ്കിൽ മരിച്ചിടത്ത് ഓതുന്നു എന്ന ഒരു വിഷയത്തിൽ മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എത്ര മുജാഹിദ് പള്ളികളിൽ വാങ്ക് വിളിച്ചിട്ട് കൂലി വാങ്ങുന്നുണ്ട്, ഇമാമത്ത് നിന്നിട്ട് കൂലി വാങ്ങുന്നുണ്ട്? ഇമാമത്ത് നിന്ന് ഖുർആൻ ഉറക്കോതുക എന്നുള്ളതല്ലേ ചെയ്യണത്. പിന്നെ നിസ്കാരം, പിന്നെ അതിന്റെ ശേഷമുള്ള ഒരു ദുഴയാണ്, അത് പിന്നെ ഏതായാലും ചെയ്യൂല അല്ലേ? ആകെ ഇമാമത്തുനിന്ന് എന്താ ഉണ്ടാകുക? ആകെ ഇമാമത്തുനിന്ന് എന്താ? ഖുർആൻ ഒന്ന് ഉറക്കോതും. അതല്ലേ ഇമാമത്തിനാൾ ചെയ്യണത്. ഈ ഖുർആൻ ഉറക്കി ഓതുന്നതിന് മുജാഹിദ് പള്ളിയിലെ ഇമാമിങ്ങൾക്ക് എത്ര കൂലി കൊടുക്കുന്നുണ്ട്, എത്ര ഇമാമിങ്ങൾ കൂലി വാങ്ങുന്നുണ്ട്? അതെ, ഹുസൈൻ സലഫി ഷാർജയിൽ പോയത് എന്തിനാ? കൂലിട്ടത് ആണോ? അപ്പൊ വിഷയം എന്താ? ഇവിടെ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ലേ എന്നതല്ല പ്രശ്നം. അത് വഹാബികളും വാങ്ങുന്നുണ്ട്. പള്ളിയുടെ മിഹ്റാബിൽ ഇമാമത്ത് നിന്ന് ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നുണ്ട്. മിമ്പറിൽ കയറിയിട്ട് ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നുണ്ട്. വഴവ് പറഞ്ഞിട്ട് ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങുന്നുണ്ട്. എന്നാ പറയണതാണെങ്കിലും നോണേ, പറയുന്ന ആൾക്കാരാണെങ്കിലോ കല്ലുംകോരിയിൽ ഇന്നലെ വരെ പണിയെടുത്ത് വന്നിട്ട് ഇന്ന് ഖുർആൻ പറയാണ്, എന്നിട്ട് അതിനാണ് കൂലി വാങ്ങുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഖുർആന് കൂലി വാങ്ങുക എന്നത് വഹാബികളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നാ മരിച്ച വീട്ടില് കൂലി വാങ്ങുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ മുടക്കുന്നുവെങ്കിൽ കൂലി വാങ്ങാതെ ഏതെങ്കിലും വഹാബികൾ അങ്ങനെ ഓതാറുണ്ടോ? ഓതാറില്ല. അപ്പൊ സംഗതി എന്താണ്? ഇവിടെ കൂലിയല്ല പ്രശ്നം, പിന്നെന്താ? ഖുർആനാണ് പ്രശ്നം. കൂലിയല്ല പ്രശ്നം, പിന്നെന്താ പ്രശ്നം? ഖുർആനാണ് പ്രശ്നം. ഖുർആൻ ഓതാൻ പാടില്ല എന്നൊരു നിയമം വഹാബിക്കുണ്ട്. അതുകൊണ്ട് ഓതാൻ പാടില്ല. അതിന് മരിച്ച വീടിനെ ബലിയാടാക്കുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ല മരിച്ച വീട്ടിൽ മാത്രമേ ഓതാൻ പാടില്ലാത്തുള്ളൂ. എന്നാ ഞാൻ ചോദിക്കട്ടെ, വഹാബികൾ സാധാരണ പറയൽ എന്താ? നിങ്ങൾ മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല. എന്താ? മരിച്ച വീട്ടിൽ അങ്ങനെ നബി ഓതിയതായിട്ട് ഹദീസിലൊന്നും ഇല്ലാന്നാ. ഹദീസിലുണ്ടല്ലേ എന്നുള്ളത് വേറെ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം.
സ്വഹാബത്ത് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, മയ്യത്തിന്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. അങ്ങനെ ഓതാൻ പറ്റൂല്ലേ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് ഓതാൻ പറ്റുമെന്നാണ്. ഓതിയാൽ ഉപകാരമുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് ഉപകാരമുണ്ട് എന്നാണ്. മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടുമോ ഇല്ലേ എന്നുള്ള ചർച്ച നടന്നിട്ടുണ്ട്. വലിയൊരു വിഭാഗം പറഞ്ഞത് നിരുപാധികം പ്രതിഫലം കിട്ടുമെന്നാണ്. എന്നാൽ ആ ഓതിയിട്ട് അതിന്റെ ശേഷം അതിന്റെ പ്രതിഫലം മയ്യത്തിന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്താൽ അത് അല്ലാഹു തആല ദുആ ഖബൂൽ ചെയ്യുന്ന പക്ഷം അത് കിട്ടുമെന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമേ ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോ ഖുർആൻ ഓതിയാലും ശേഷം ദ്വാരക്കും, അല്ലെ? മരിച്ചവർക്ക് ഖുർആൻ ഓതിയ എന്താ? അള്ളാഹു ഇതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണമെന്ന് ദ്വാരക്കും. അത് ദ്വാരക്കണം എന്തിനാ? ഇത്തിഫാഖൻ ഇജ്മാഅൻ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ആ കൂലി മയ്യത്തിന് കിട്ടുന്ന രീതിയാണത്. അതിനാണ് അങ്ങനെ ദ്വാരക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാടാനപ്പള്ളി ഉസ്താദിന്റെ സഹോദരന്റെ ഭാര്യ ഇന്ന് മരണപ്പെട്ടു എന്ന വിവരം ഇവിടെ അറിയിക്കുന്നു. അല്ലാഹു തആല ആ സഹോദരിക്ക് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറ് അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിനും അവരുടെ മക്കൾക്കും ഭർത്താവിനുമെല്ലാം സർവാധിപനായ റബ്ബ് ക്ഷമയും മെച്ചപ്പെട്ടത് പകരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തു നഈമിൽ അല്ലാഹു നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യണം. എല്ലാവരും ദുആക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഹദ്ദാദിന്റെ സമയത്തൊക്കെ പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ ഓതുന്നു എന്നതാണ് വഹാബിക്ക് പ്രശ്നം. മരിച്ചു വിടുന്ന ബലിയാടാക്കുന്നു എന്ന് മാത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാഷണൽ ഹൈവേന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ? അല്ല, നാഷണൽ ഹൈവേന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ? നാഷണൽ ഹൈവേന്ന് ലതന്തം മൂലയിൽ അങ്ങനെ ഇരിക്കണം. അല്ലേ, ഒരു ഹദീസിലും കാണുന്നില്ല റസൂലുള്ള നാഷണൽ ഹൈവേന്ന് ഓതിയതേ. അങ്ങനെ ഹദീസിൽ കാണുന്നില്ല. അല്ല, ഇനി അത് പോട്ടെ, നിലം തൊടാതെ ഖുർആൻ ഓതാൻ പറ്റുമോ? നിലം തൊടാതെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഭൂമിയിൽ സ്പർശിക്കാതെ ഖുർആൻ ഓതുക, അത് പറ്റുമോ? ഹദീസിലൊന്നും അങ്ങനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭൂമി തൊടാതെ ഖുർആൻ ഓതിയെന്ന്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭൂമി തൊടലില്ലല്ലോ, ഖുർആൻ ഓതാൻ പറ്റുമോ? വഹാബിക്കൊടുന്ന തെളിവിട്ടുക. മരിച്ച വീട്ടിൽ ഓതിയില്ല എന്ന് പറഞ്ഞ് വരികയുള്ളപ്പത്, അല്ലെ? അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കാണ്. സത്യത്തിൽ പരിശുദ്ധ ഖുർആനിന് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അങ്ങനെ ഒരു നിയമം ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. ഏത് ഇങ്ങനെ നിയമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. എന്നാല് മരിച്ചോടത്ത് ഖുർആൻ ഓതല് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ശൈലിയായിരുന്നു എന്നും സ്വഹാബത്ത് അതിന് പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു എന്നെല്ലാം വിവിധ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന് ഗുണം, അങ്ങനെ ഖുർആൻ ഓതിയാൽ അതിന്റെ ഗുണം ഓതുന്നവന് എന്തായാലും കിട്ടുമല്ലോ. ആർക്കും തർക്കമില്ലല്ലോ. എന്താ ഓതിക്കൂടെ? പക്ഷെ വഹാബി എങ്ങനെ ചെയ്യല്? ഓതുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ആട്ടി പായിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ ശ്രമിക്കാറുള്ളത്. ഞാനത് വെറുതെ പറയല്ല, പല സ്ഥലങ്ങളിലും ഉണ്ടായ അനുഭവങ്ങളാണ്. അങ്ങനെ മരണ വീട്ടിൽ പ്രശ്നങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്, അല്ലേ? എന്നാ ഓതുന്നോല് ഓതട്ടെ എന്ന് വെച്ചാ പോരെ, അതും വെക്കൂല. അപ്പോ നേരത്തെ പറഞ്ഞ കൂലിയുടെ കാര്യം അത് വെറുതെ ഒന്ന് അത്തരം കാര്യങ്ങളെ ഇല്ലാതെയാക്കാൻ എടുക്കുന്ന ആദ്യത്തെ നമ്പറാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. മുജാഹിദിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നിർത്തലാണ്. ഖുർആൻ മാത്രാണോ? അല്ലല്ലോ. നാം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ദിക്ർ അല്ലല്ലോ, അത് നിർത്തിയില്ലേ അവര്? അത് നിർത്തിയില്ലേ? അതെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പാടില്ല എന്നാ വർത്താനം പറഞ്ഞു പോകാൻ പറ്റുമോ? അതിന് വിരോധമൊന്നുമില്ല. എന്നിട്ടിപ്പോ എങ്ങനെ ഈ മുജാഹിദ് ഈ സംസ്കാരം പഠിപ്പിച്ചപ്പോ അത് കേട്ടിട്ട് ചില ആളുകൾ തുടങ്ങി. എന്നിട്ടിപ്പോ എങ്ങനെ പരിപാടി? മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ അങ്ങനെ നടക്കും. എങ്ങനെ മിണ്ടാതെ? ഖുർആൻ ഓതൂല, ഓതാൻ പാടില്ല, ദിക്ർ ഇല്ലൂല, ചെല്ലാൻ പാടില്ല, അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ മുജാഹിദ് മദ്രസയിൽ പോയ കുട്ടികൾ മിണ്ടാതെ നടക്കുക. മിണ്ടാതെ നടക്കണ നേരത്തെ പിന്നെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് അടുത്തുള്ളവരോട് പറയാൻ തോന്നും. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തേക്ക് ഒരു തെങ്ങന്തോട്ടം അങ്ങനെ കാണുന്നത്, അപ്പൊ അടുത്തുള്ളവനെ തോണ്ടിയിട്ട് ഇത് കൊടുക്കാനുള്ളതാണോ? അങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന നേരത്തെ റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മളെ മുജാഹിദീങ്ങൾക്ക്. അതിന്റെ കാരണം എന്താ? ആ നേരത്ത് നല്ല അച്ചടക്കത്തില് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ അങ്ങനെ ചൊല്ലിയാൽ ഖബർ കണ്ണിൽ കാവിടെ അച്ചടക്കത്തോടെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധമായ ദിക്ർ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്
അള്ളാഹുവെ എനിക്ക് ചെല്ലാൻ പറ്റിയ നല്ലൊരു ദിക്റ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോളൂന്ന്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു അതാണെന്ന് വേറൊരു നല്ലത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. കാരണം സാധാരണ കേൾക്കാത്ത ഒന്ന് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു തട്ടിലും ബാക്കിയുള്ളതെല്ലാം ആകാശം ഭൂമിയും ഒക്കെ മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ആ ദിക്റ് വെച്ച തട്ട് മറ്റേ തട്ടിനേക്കാൾ ഭാരം തൂങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. കേട്ടോ? അപ്പൊ ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്റ് മയ്യത്തിന്റെ കൂടെ പോകുന്ന ആളുകൾ ചൊല്ലിയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ദിക്റ് ചെല്ലാൻ പാടില്ല എന്ന് പറയാണ് വഹാബികൾ ചെയ്യുന്നത്. അങ്ങനെ എത്ര ഹൈർ എന്തുണ്ടോ അതൊക്കെ മുടക്കും. ഹൈറായത് എന്തുണ്ടോ അത് മുഴുവനും മുടക്കും. ആ പരിശുദ്ധ ഖുർആനില് 114 സൂറത്തുണ്ട്. 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്തുൽ ഫാത്തിഹയാണ്. ഇതറിയാത്തവർ ആരുമില്ല. ആ ഫാത്തിഹ സൂറത്ത് അവതീർണമായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇത്രയും മഹത്വമുള്ള ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലോ തൗറാത്തിലോ ഇഞ്ചീലിലോ മറ്റ് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ അവതരിക്കപ്പെട്ടിട്ടില്ല. ആ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ ഇജാബത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതും പേർക്കും. പക്ഷെ മുജാഹിദിനെ പറ്റൂല. അതുകൊണ്ടാണല്ലോ സൽക്കാരത്തിന് വിളിച്ചാല് സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ നേരത്തെ നമ്മൾ ഇറങ്ങല്ലേ, എന്നാ ശരി ഒന്ന് ദ്വാരക്ക് നമ്മള് അൽഫാത്തിഹ എന്നാണ് ദ്വാരക്കും. ദ്വാരക്കണ നേരത്ത് അതുവരെ കയ്യ് പൊന്തിച്ചാൽ, അതായത് സൽക്കാരത്തിൽ കാര്യമായിട്ടുള്ള പരിപാടി പാർട്ടിയാണല്ലോ. അപ്പോ ആ പരിപാടിക്ക് സദ്യയുടെ മുമ്പിൽ വന്നിട്ട് കയ്യൊക്കെ രണ്ട് കയ്യും ഇങ്ങനെ കുപ്പായ കയ്യൊക്കെ കയറ്റി വെച്ച് ഒരുങ്ങി ഇരുന്നിട്ടേ നന്നായി തട്ടിവിട്ട ആള് ആമീൻ പറയാൻ നേരത്ത് കയ്യൊന്നും പൊക്കൂല. അപ്പൊ ഞാൻ എന്താ അങ്ങനെ ഒരു ദുആ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല എന്നാ. അപ്പോഴാണ് മൂപ്പര് ചിന്തിക്കണത് ഇങ്ങനെ ഒരു സൽക്കാരം നടത്തിക്കണമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അത് ഇനിയും ആലോചിക്കാനുള്ള പുറപ്പാട് മുജാഹിദിനില്ല. മനസ്സിലായോ? അങ്ങനെ കല്യാണം കഴിഞ്ഞതിന്റെ 3-ാമത്തെ ദിവസം പുതിയാപ്പള സൽക്കാരം നടത്തും. 1-ാമത്തെ റമദാനിൽ നോമ്പുറ സൽക്കാരം നടത്തും. അതേപോലെ തന്നെ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ 2-ാമത്തെ ആഴ്ച അമ്മായി സൽക്കാരം നടത്തും. അങ്ങനെ എന്തൊക്കെ സൽക്കാരങ്ങളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിനെ അലി റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുത്തിട്ട് 1-ാം സൽക്കാരം നടത്തിയതിന്റെ ഡേറ്റ് എന്നാ ഏതെങ്കിലും മുജാഹിദ് പറയും? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ നടത്തിയെന്ന് തെളിവില്ലാത്ത 1-ാം സൽക്കാരത്തിന് പോകാൻ വഹാബിക്കൊരു മടിയില്ല. കാരണം തിന്നാൻ കിട്ടുമല്ലോ. തിന്നാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് സൽക്കാരത്തിന് പോകണ യാതൊരു ബുദ്ധിമുട്ടില്ല. അതേ സ്ഥാനത്ത് ആ സൽക്കാരത്ത് പങ്കെടുത്തിട്ട് പോരാൻ നേരത്തെ ഏതായാലും നമ്മളെ സൽക്കരിച്ചൊരു പരക്കാരല്ലേ, ഓൽക്ക് ബർക്കത്തിന് വേണ്ടുന്ന ദ്വാരന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പവിത്രതയുള്ള സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടൊന്ന് ദ്വാരക്കാൻ ഇരുന്നാൽ അവിടെ കയ്യും താത്തിയിടും ചെയ്യും. കണ്ടങ്ങള്? അപ്പോ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനിന് എതിരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരാണ്, അതുപോലെ തന്നെ ഹൈറായ ദിക്റുകൾക്ക് എതിരാണ്. അത്തരം കാര്യങ്ങൾ മുടക്കാൻ എന്തൊക്കെ ശ്രമമുണ്ടോ അതെല്ലാം പുതിയ പുതിയ നമ്പറുകളിലൂടെ വിളമ്പലാണ് മുജാഹിദ് മൗലവിമാരുടെ സ്ഥിരം പണി എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ആസിക്ക് UK എന്നൊരു ചോദ്യം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും വേണ്ടില്ല, ചോദ്യം നടക്കട്ടെ. ഞാൻ മൈക്രോഫോൺ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എസ് അടിച്ചാൽ ഇവിടെ ചെറിയൊരു ഹാങ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഉസ്താദിന്റെ ചോദ്യം, ഉസ്താദ് ഇങ്ങനെ ഈ പൈസന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പൊ ഒരു ചോദ്യം എനിക്കിങ്ങനെ ഒന്നൊരു ചോദ്യം ചോദിക്കാണ്. ഇനിയിപ്പോ ഒരാൾ എന്താ പറയോ, ഒരാള് ഓതാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെയൊക്കെ ഇപ്പോ മണിക്കൂറിനാണ് പൈസ. ഒരാള് ഒരു മണിക്കൂർ വർക്ക് ചെയ്താല് ഇവിടുത്തെ ഗവൺമെന്റ് നിയമപ്രകാരം അയാൾ ഏകദേശം ഒരു 6 പൗണ്ട് 35 പെൻസും അയാൾക്ക് ശമ്പളം കൊടുക്കണം. ആണ് ഇവിടുത്തെ ഗവൺമെന്റ് നിയമപ്രകാരം. അപ്പൊ 1 മണിക്കൂറിനാണ് ചാർജ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ഒരാളോട് ഓതാൻ വേണ്ടി പറഞ്ഞാൽ ചിലപ്പോ എന്നോട് പറയും ഞാൻ 1 മണിക്കൂർ ഓതിയാല് എനിക്കൊരു 10 പൗണ്ട് തരണം എന്ന് പറഞ്ഞാല്
ഒരാള് പറഞ്ഞു 1.5 മണിക്ക് ഓതുക, എനിക്ക് 20 പൗണ്ട് തരാം എന്ന് പറഞ്ഞു ഞാൻ ഒരാളെ കൊണ്ട് ചോദിച്ചാല് ആ ചോദിക്കുന്ന വ്യക്തി തെറ്റുകാരനാണോ, കൊടുക്കണ ഞാൻ തെറ്റുകാരനാണോ? അതൊന്ന് ആ സംശയം ഒന്ന് തീർത്തരണം മൈക്കോട്ടു. നേരത്തെ കുമ്മോളി ഉസ്താദ് പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരാളിതാ അപ്പൊ അയാള് ഓതുമ്പോ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഓതുമ്പോ അയാൾ നിർദ്ദേശിക്കും പോലെ ഓതേണ്ടി വരും. അങ്ങനെയല്ല, ഞാൻ എന്റെ സൗകര്യത്തിന് ഓതുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ പൈസ ഇല്ലല്ലോ. അതേ സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓതുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം ആ സമയപരിധിക്കുള്ളിൽ ഓതി തീർക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മയ്യത്തിന്റെ സമീപത്തിരുന്ന് ഓതുകയാണ്, അല്ലെങ്കിൽ ആ മയ്യത്തിന് വേണ്ടി ഓതുകയാണ്. ഇങ്ങനെയൊക്കെ ഓതാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഒരാള് പറഞ്ഞു ഞാൻ അങ്ങനെ ഓതാം, നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഓതാം, പക്ഷെ എനിക്ക് ഇന്നത് തരണം എന്ന് പറഞ്ഞാല് അത് തെറ്റാണെന്നും പറയാൻ ദീനുൽ ഇസ്ലാമിന്റെ നിയമമൊന്നുമില്ല. മനസ്സിലായോ? അത് തെറ്റാണെന്ന് പറയാനൊന്നും ദീനുൽ ഇസ്ലാമിന് നിയമമൊന്നുമില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ചില തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില ധാരണകൾ ക്ലിയർ ചെയ്യുന്നതിന്റെ മുമ്പ്, ചില സംശയങ്ങൾ തീർക്കുന്നതിന്റെ മുമ്പ് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെ തുടർന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ കാണാം, ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും ഒരു സംഘം ആളുകളും യാത്ര പോകുമ്പോ വഴിയിൽ വെച്ചിട്ട് ഒരു പ്രദേശത്തെ ആളുകള് അവരെ കണ്ടിട്ട് ചോദിച്ചു, ഞങ്ങളെ ഗോത്രത്തലവന് വിഷം ഏറ്റിട്ട് ആകെ പ്രയാസത്തിലാണ്, എന്ത് മരുന്ന് ചെയ്തിട്ടും മാറുന്നില്ല, നിങ്ങളടുത്ത് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു 2 വട്ടം ആലോചിക്കാനിരുന്നില്ല, ബഹുമാനപ്പെട്ടവരോട് മരുന്നുണ്ട് എന്ന്. അങ്ങനെ മരുന്നാണ്ട് ചെയ്തു, വിഷണ്ട് ഇറങ്ങി. പക്ഷേ ഈ മരുന്ന് ചെയ്യണതിന് മുമ്പ് കൂലി വേണമെന്ന് നിബന്ധന പറഞ്ഞു. മനസ്സിലായോ? കൂലി വേണമെന്ന് നിബന്ധന പറഞ്ഞു അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു. അങ്ങനെ കൂലി കൊടുത്തു. ഇലാഖത്ത് ഇബ്നു ശിഹാർ റളിയല്ലാഹു അൻഹു മറ്റൊരു തവണ അതുപോലെ തന്നെ എന്താക്കി, മന്ത്രിച്ചു. അങ്ങനെ കൂലി കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അദ്കാറിലത് കാണാം. അങ്ങനെ ആ കൂലി കിട്ടിയപ്പോ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ കൂലി അതെന്തായിരുന്നു? 30 ആടുകളായിരുന്നു എന്ന് കാണാം. ആ ആടുകളുമായി സ്വഹാബത്ത് അത് വീതിച്ചെടുക്കുക എന്നൊരു അഭിപ്രായം വന്നപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലര് പറഞ്ഞു, ഇത് ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് കിട്ടിയതല്ലേ, ഇത് റസൂലുള്ളാഹിനോട് ചോദിക്കാതെ എടുക്കണ്ടെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എന്താ മന്ത്രിച്ചത് എന്ന് ചോദിച്ചു. എന്തിനാ അങ്ങനെ ചോദിക്കണത്? മന്ത്രം അക്കാലത്ത് 2 രീതിയിലുണ്ടായിരുന്നു. ആളുകള് കുഫ്രിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ഇസ്ലാം വരുന്നതിന് മുമ്പും അന്നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ചില മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രതിമകളോടും പ്രതിഷ്ഠകളോടും മറ്റു ദൈവങ്ങളോടൊക്കെ ദ്വാരക്കലും അവരെ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കലും എല്ലാം അതിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായപ്പോ ദ്വാരക്കണത് എന്താണ്, മന്ത്രിക്കുന്നത് എന്താണ് എന്ന് അറിയൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ മന്ത്രിച്ചത്? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഞാൻ ഫാത്തിഹയാണ് മന്ത്രിച്ചത് എന്ന്. ഫാത്തിഹ എന്ന് പറഞ്ഞാല് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പരിശുദ്ധമായ സൂറത്താണല്ലോ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഓതിയപ്പോ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന അഹക്കമാ അഖത്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. കണ്ടോ? ഇന്ന അഹക്കമാ അഖത്തും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾക്ക് കൂലി വാങ്ങുന്നതിൽ ഏറ്റവും പറ്റിയത് അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളത് വീതിച്ചെടുത്തോളി,
വദ്രിബൂലി ബിസഹമിൻ, അതിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ എനിക്കും തരണം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഒരു വിഹിതം എനിക്കും തരണമെന്ന് പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇത് വാങ്ങിയല്ലോ, എന്തിനാ വാങ്ങിയത്? അതാണ് ശരിക്കും ആലോചിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. അതെന്താ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പല ആളുകളും ഉണ്ട്. കുറച്ചു കാലം മുമ്പ് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, മിനിഞ്ഞാന്ന് വന്നവരുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും അത് നമുക്ക് തിന്നല് ഹലാലാണെങ്കിൽ പോലും അത് അത്ര അങ്ങ് മെച്ചപ്പെട്ടതല്ല എന്ന് ചിലപ്പോ ചില ആളുകളുടെ മനസ്സ് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് അതിൽ നിന്നൊരു വിഹിതം വേണം എന്നങ്ങ് പറഞ്ഞ് അള്ളാന്റെ റസൂൽ അത് വാങ്ങിക്കഴിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധനം കഴിക്കണമെങ്കിൽ അത് മിനിമം ഹലാലായ പോരാ, നേരെ മറിച്ച് അത് തയ്യിബ് കൂടിയാകണം. അങ്ങനെ പരിശുദ്ധിയുള്ളതേ അള്ളാന്റെ റസൂല് കഴിക്കൂ. ആ കഴിച്ചത് കണ്ടപ്പോ സ്വഹാബത്തിനും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്കും ബോധ്യപ്പെട്ടു, മന്ത്രിച്ചു കിട്ടിയത്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കിട്ടിയത് കഴിക്കണേന് വിരോധമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത് പരിശുദ്ധമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നടപടിയിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് അതിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മനസ്സിലായോ? അപ്പൊ എന്താണ് മനസ്സിലായത്? ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങാൻ പറ്റൂല എന്ന് ആര് പറഞ്ഞു? അപ്പൊ കൂലി വാങ്ങിയാൽ അത് തെറ്റാണെന്നൊന്നും പറയാൻ വയ്യ. പക്ഷെ നേരത്തെ കുമ്മോൾ ഉസ്താദ് പറഞ്ഞത് നമ്മളെ നാട്ടിൽ അങ്ങനെ കൂലി വാങ്ങലൊന്നുമില്ല. പിന്നെന്താ ഉള്ളത്? കൊടുക്കും. ആര്? മയ്യത്തിന്റെ അഹലുകാര്. അത് ഓതാത്തവർക്കും കൊടുക്കില്ലേ? ഓതാത്തവർക്കില്ലേ കൊടുക്കല്? അല്ലേ? ചില ആൾക്കാർ മരിച്ചത് ആളുകളുടെ കഴിവിന്റെ മാതിരിയാ. ചില നാട്ടിലാരെങ്കിലും മരിച്ചാൽ ചിലപ്പോ നാട്ടുകാർക്ക് മുഴുവൻ അരിവായിരിക്കും കൊടുക്കും. ഇത് ഖുർആൻ ഓതിയിട്ടാ ആണോ? ചിലവര് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വെച്ച് ദിക്റൊക്കെ വെച്ചിട്ട് അതിലൊക്കെ വിളിച്ചിട്ട് അതിന് വന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും. അതേ സ്ഥാനത്ത് ഖുർആൻ ഓതിയവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് എല്ലാവരും ഒരേ അളവിലല്ല കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് മയ്യത്തിന് അതിന്റെ പ്രതിഫലം കൂടി കിട്ടാനാണ്. മനസ്സിലായോ? മയ്യത്തിന് അതിന്റെ പ്രതിഫലം കൂടി കിട്ടും. ലോകത്ത് ഒരു മരിച്ച ആൾക്ക് വേണ്ടി ഒരാൾ സദഖ കൊടുത്താൽ ആ സദഖ മയ്യത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ലോകത്തെ എല്ലാ മദ്ഹബിലെ എല്ലാ പണ്ഡിതന്മാരും ഇത്തിഫാഖ് നിലക്ക് ഐക്യകണ്ഠേന പറഞ്ഞൊരു കാര്യമാണ്, സദഖ മയ്യത്തിന് കിട്ടും. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മഈൻ നോക്കിയാൽ കാണാം, മയ്യത്തിന് കിട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മയ്യത്തിന് കിട്ടും എന്ന് പറഞ്ഞാൽ കഅന്നഹു തസദ്ദഖ ഹുവ, ആ മയ്യത്ത് സദഖ ചെയ്തതുപോലെ അങ്ങ് കിട്ടുന്ന. മയ്യത്താണ് ഇപ്പൊ സദഖ ചെയ്ത്, എന്നാ അതിന്റെ കൂലി മയ്യത്തിനല്ലേ കിട്ടുക. അതേപോലെ ആ മരിച്ചാക്ക് വേണ്ടി നമ്മൾ കൊടുത്താലും മയ്യത്ത് സദഖ ചെയ്തതുപോലെ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഖൗൽ അവിടെ ഉദ്ധരിക്കുകയും ചെയ്തു. ഷാഫി ഇമാമു പറഞ്ഞു, മയ്യത്തിന് സദഖ ചെയ്ത അതേ പ്രതിഫലം കൊടുക്കുമ്പോ ആ സദഖ കൊടുത്ത ഒരാളുണ്ടല്ലോ, മയ്യത്തിന്റെ ബന്ധു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അങ്ങനെ ആരെങ്കിലും നാളെ സദഖ കൊടുക്കുക, ആ കൊടുത്ത ആൾക്കും അല്ലാഹു തആല കൊടുത്തതിന് പ്രതിഫലം നൽകുമെന്നാണ് അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് ഫത്ഹുൽ മുഈനിൽ നഖൽ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ മനസ്സിലായത്? ലോകത്ത് മയ്യത്തിന് വേണ്ടി ദുആരന്നാല് അല്ലെങ്കിൽ മയ്യത്തിന് വേണ്ടി സദഖ ചെയ്താല് അതിന് ഫലമുണ്ടാകും എന്നതിൽ രണ്ടഭിപ്രായമില്ല. ദുആയിലും ഇല്ല, സദഖയിലും ഇല്ല. അപ്പൊ മരിച്ചോടുത്ത് ഖുർആൻ ഓതണേനോ? ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ലോകത്തൊരാളും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുജാഹിദല്ലാത്ത വേറെ ലോകത്തൊരാളും മരിച്ചോടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓതിയാൽ കൂലി കിട്ടൂലേ? ഓതിയാൽ മയ്യത്തിന് ഉപകാരം കിട്ടുമെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഓതുന്നതിന്റെ കൂലി ഓതിയവനിക്കാണ് അടിസ്ഥാനപരമായി കിട്ടുക. അത് മയ്യത്തിന് കിട്ടണോ എന്നാ ഒരു പണിയുണ്ട്. അതെന്താ? അള്ളാഹിനോട് കയറുന്നാ മതി. നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? പടച്ചോനെ സ്വർഗം കൊടുക്കണേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ എന്നൊക്കെ മരിച്ചാക്ക് വേണ്ടി നമ്മൾ ധരക്കലുണ്ട്. അതിലൊരു അത്ഭുതം ഇല്ലായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തെ നീ സ്വാധീനങ്ങളോടൊപ്പം സ്വർഗത്തിലെത്തിക്കണേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ എന്നൊക്കെ ദ്വാരക്കലുണ്ട്. അതിനൊന്നും ആർക്കും ഒരു തർക്കമില്ല.
ഈ ഫാത്തി ഓതിയിട്ട് പഠിച്ചോനെ, ഞാൻ ഈ ഫാത്തി ഓതിയതിന്റെ പേരിൽ എനിക്ക് തരുന്ന കൂലി ഉണ്ടല്ലോ, അതിന് സമാനമായൊരു കൂലി അയാൾക്കും കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അതെന്താ എന്ന് പ്രശ്നം? അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിലും ശറഹുൽ മുഅദ്ദബിലും ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് മയ്യത്തിന് വേണ്ടി ദ്വാരുന്നാൽ ഖുർആൻ ഓതിയാൽ ഏറ്റവും നല്ലത് ഓതിക്കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ദുആ ചെയ്യലാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഉസ്താദുമാര് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി ഹാദൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ചോനെ ഈ ഖുർആൻ ഓതിയതിന്റെ സവാബിനെ ഇന്ന ആളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഖുർആൻ ഓതിയതിന്റെ ശേഷം ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുന്ന പക്ഷം നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് കൊടുത്താൽ ആരെങ്കിലും ഇതിനെ അസൂയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ലോകത്തെ മുസ്ലിമിന് കയ്യിലൊന്നും തർക്കല്ല, അതിലൊന്നും ഒരു തർക്കമില്ല. അത് വെറുതെ നമ്മളെ നാട്ടിലെ പുത്തൻവാദികള് ഈ തർക്കങ്ങളൊക്കെ വലിച്ചു കൊണ്ടുവരുന്നത് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ മുടക്കാനാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ സ്വലാത്ത് മുടക്കാനാണ്, അതുപോലെ തന്നെ ദിക്റിലുള്ളത് മുടക്കാനാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ മുടക്കുക എന്ന ഒരു ഉദ്ദേശമല്ലാതെ വേറെ ഒരു ഉദ്ദേശവും മുജാഹിദിനെ ഉണ്ടാക്കിയവർക്ക് ഇല്ല. ഇപ്പത്തവർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പത്തെ തന്നെ നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിനെ പോലുള്ള മൗലവിമാരൊക്കെ ചിലപ്പോ ഇതന്നെയാണ് സത്യം വിചാരിച്ചിട്ടൊക്കെ ചിലപ്പോ പറയുന്നുണ്ടായേക്കാം. കാരണം അത്രല്ലേ അന്തുള്ളൂ. അതേ സ്ഥാനത്ത് നേരത്തെ കുറച്ച് ആൾക്കാർ ഇതിനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ലോ. ഓൽക്ക് ഇതിന്റെ ഉള്ളും കള്ളിയൊക്കെ ശരിക്കറിയാലോ. ഇപ്പോഴും ഉള്ളുകള്ളി അറിയേണ്ട ചില ആളുകൾ ഇല്ലാതിരിക്കൂല. അത്തരം ആളുകൾക്കൊക്കെ ഉറപ്പന്നെയാണ് സംഗതിയിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാൻ, നമ്മളെ കാര്യം വേണ്ട മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് ഇപ്പൊ ചില ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് മുടക്കലും അതുപോലെ തന്നെ സ്വലാത്ത് മുടക്കലും ദിക്ർ മുടക്കലും ഒക്കെ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് വളരെ സ്പഷ്ടമായി ആർക്കും മനസ്സിലാവും. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ അത് ഏത് ബുദ്ധിയുള്ളവർക്കും വ്യക്തമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കൂലിയല്ല പ്രശ്നം. കൂലിയാണ് പ്രശ്നമെങ്കിൽ ഒരു കൂലി വാങ്ങാതെ ഓതട്ടെ, അല്ലെ? കൂലിയാണ് പ്രശ്നമെങ്കിൽ ഒരു കൂലി വാങ്ങാതെ ഓതട്ടെ. അല്ല, കൂലിയാണ് പ്രശ്നമെങ്കിൽ അവര് കൂലി വാങ്ങുന്നുണ്ടല്ലോ, മരിച്ചോടത്തല്ല വേറെ പലയിടത്ത് ഓതിയിട്ട് മെഹ്റാബിൽ ഓതിയിട്ട് കൂലി വാങ്ങണില്ലേ, സ്റ്റേജിന്മേൽ ഓതിയിട്ട് കൂലി വാങ്ങണില്ലേ, നിക്കാഹ് നടക്കുന്നിടത്ത് ഓതിയിട്ട് കൂലി വാങ്ങണില്ലേ, അതുപോലെ തന്നെ മിമ്പർമേൽ ഓതിയിട്ട് കൂലി വാങ്ങണില്ലേ? ഇതൊക്കെ ഒരു കൂലി വാങ്ങണുണ്ടല്ലോ. അപ്പൊ കൂലിയല്ല പ്രശ്നം. പിന്നെന്താ, പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എവിടെന്നെങ്കിലും മുടക്കാൻ പറ്റുമോ വെച്ചാൽ അത് മുടക്കുക, അത് മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി സുന്നത്തെ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം മൈക്ക് കൊടുന്നു. ഞാൻ ആരും ചോദിക്കാനും പറയാനൊന്നില്ലേ, കുമ്മോൾ ഉസ്താദ് അവിടെ താഴെ തന്നെ ഉണ്ട്. നല്ല നല്ല ചർച്ച നടക്കട്ടെ, നല്ല ചർച്ച. അങ്ങനെ ചർച്ച നടക്കുമ്പോൾ കുറെ ആളുകൾക്ക് ഉപകാരപ്പെടും. ഏറ്റവും പ്രധാനമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കണേ. ഏതായാലും ചോദ്യകർത്താക്കളെ തിക്കും തിരക്കൊന്നും പണ്ട് കാലത്തെ പോലെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പറയാൻ സമയം എടുക്കാമല്ലോ. അതുകൊണ്ട് ഏതായാലും മൈക്കൂടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വെക്കും. അതായത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോദ്യം ചോദിക്കണമല്ലോ മാത്രമല്ല ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ, ഇത് നല്ല ദീനിന്റെ ഏത് കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയതും നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതും മാത്രമാണ് ലോകത്തെ വിവരം ആരും ചിന്തിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ ഓനാണ് ഏറ്റവും വലിയ വിവരദോഷി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ലോക പ്രശസ്ത ഗ്രന്ഥമായ ഇഹിയയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു വിഷയമുണ്ട്. ഖലീൽ ബിൻ അഹ്മദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നക്കൽ ചെയ്തുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അർ-റിജാലു അർബഅത്തുൻ, ആളുകൾ 4 രീതിയിലാണ് എന്ന്. അല്ലെ, ഗസാലി ഇമാം പറയാ, ഖലീൽ ബിൻ അഹ്മദ് എന്നവർ പറഞ്ഞത് ഇമാം ഗസാലി കോട്ട് ചെയ്യാണ്. എന്നിട്ട് പറഞ്ഞു എന്ത്, അർ-റിജാലു അർബഅത്തുൻ, ആളുകൾ 4 വിഭാഗക്കാരാണ്. റജുലുൻ യദിരി വയദിരി അന്നഹു യദിരി, അങ്ങനത്തെ ഒരു വിഭാഗം. വേറെ വിഭാഗം റജുലുൻ യദിരി വലാ യദിരി അന്നഹു യദിരി, രണ്ടാമത്തെ വിഭാഗമാണത്. മൂന്നാമത് ഇമാം ഗസാലി തങ്ങൾ കോട്ട് ചെയ്തു റജുലുൻ ലാ യദിരി വയദിരി അന്നഹു ലാ യദിരി. നാലാമത്തെ വിഭാഗം റജുലുൻ ലാ യദിരി വലാ യദിരി അന്നഹു ലാ യദിരി. ഇതൊക്കെ മനസ്സിലായപ്പത് ഗസാലി ഇമാം പറയാ, ഇങ്ങനെ 4 കൂട്ടം ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഓരോ വിഭാഗത്തോടും എങ്ങനെ പെരുമാറണം എന്ന് ഇമാം ഗസാലി അതിന്റെ തൊട്ട് പിറകെയായി പറയുകയും ചെയ്തു.
എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോളൂ. റജുലുൻ യദിരി വ യദിരി അന്നഹു യദിരി. ഒരാള് അയാൾക്ക് വിവരമുണ്ട്, കാര്യങ്ങൾ അയാൾക്ക് ശരിക്കറിയാം. വ യദിരി അന്നഹു യദിരി, വിവരമുണ്ടെന്ന ബോധവും അയാൾക്കുണ്ട്. ഉണ്ടോ? വിവരം ഉണ്ടെന്ന ബോധവും അയാൾക്കുണ്ട്. എന്നിട്ട് ഇമാം ഗസാലി പറയാണ് ഫദാലിക ആലിമൻ ഫത്തബിഉഹു. ഒരാൾക്ക് വിവരമുണ്ടെന്ന ബോധത്തോടെ അയാൾ ജീവിക്കുന്നുമുണ്ട്. എന്നാൽ ഫദാലിക ആലിമൻ ഫത്തബിഉഹു, നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ ആലിമാണത്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക. ഉണ്ടോ? ഇനി രണ്ടാമത്തെ കക്ഷി വറജുലുൻ യദിരി വലാ യദിരി അന്നഹു യദിരി, അയാൾക്ക് വിവരമുണ്ട്, പക്ഷേ വിവരമുണ്ടെന്ന ബോധമുള്ള ജീവിതമല്ല. അയാളെ പറ്റി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഫദാലിക നായിമൻ ഫഅയ്ഖിദൂഹു, അയാൾ അശ്രദ്ധയോടെ ജീവിക്കുന്ന ആളാണ്, ഉറക്കത്തിലാണ്, അതുകൊണ്ട് അയാളെ നിങ്ങളൊന്ന് ഉണർത്തി കൊടുക്കണം. ആണോ? വലിയ വിവരമുള്ള ആൾക്കാരെ ഇങ്ങനെ വിവരമുള്ള ആളെ ഒന്ന് ഉണർത്തി കൊടുത്താൽ അയാൾ ശരിയായി കിട്ടും. മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞു റജുലുൻ ലാ യദരി, മൂന്നാമത്തെ വിഭാഗം വിവരം ഇല്ലാത്തവരാണ്, പക്ഷെ അവർക്കൊരു ഗുണമുണ്ട്, ഒരു വിവരം ഓൽക്കുണ്ട്. എന്താണ് ഒരു വിവരം? യദിരി അന്നഹു ലാ യദിരി, വിവരമില്ല എന്ന വിവരമുണ്ട്. അത് വലിയൊരു വിവരാണ്. വിവരമില്ല എന്ന വലിയ വിവരാ. എന്നിട്ട് ഗസാലി ഇമാമ് പറയാണ്, ഖലീൽ ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു നഖൽ ചെയ്തിട്ട് പറയാണ് ഫദാലിക മുസ്തർഷിദൻ ഫഅർഷിദൂഹു. ആണോ? അയാൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നവരാണ്, അതുകൊണ്ട് അയാൾക്ക് നന്നാകാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിവരമില്ല എന്ന ബോധം നന്നാകണമെന്ന് ചിന്തിക്കുന്നവന്റെ ബോധമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് പറയുന്നു വറജുലുൻ ലാ യദരി, നാലാമത്തെ കക്ഷി വിവരമില്ലാത്തവനാണ്, പക്ഷേ വലാ യദരി അന്നഹു ലാ യദരി, വിവരമില്ല എന്ന വിവരവും അവനില്ല. ഉണ്ടോ? ഓന് വിവരമല്ല. എന്നാലോ എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം എനിക്കുണ്ടോ? അതുമില്ല. എന്നാ ഓനോട് എങ്ങനെ പെരുമാറേണ്ടത്? ഫദാലിക ജാഹിലുൻ ഫർഫദൂഹു, അവൻ വിവരം ഇല്ലാത്തവനാണ്, അതുകൊണ്ട് ഫർഫദൂഹു, നിങ്ങൾ അവനെ മാറ്റി നിർത്തണം. അവനെ നിങ്ങൾ പിൻപറ്റാൻ പോകരുത്, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പോകരുത്. ഇങ്ങനെ നാല് വിഭാഗത്തോട് ഏത് രീതിയിൽ പെരുമാറണമെന്നും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഈയന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞമ്മക്ക് ഏറ്റവും ചുരുങ്ങിയൊരു വിവരം ഉണ്ടാകണം. ഞമ്മക്ക് വിവരമല്ല എന്നുള്ള വിവരം. ഞമ്മക്ക് ആ വിവരം ഉള്ളതുകൊണ്ടാണല്ലോ ഷാഫി ഇമാമിനെ പിൻപറ്റണം നമ്മൾ ചിന്തിക്കണത്, അല്ലേ? ഷാഫി ഇമാമിനെ പിൻപറ്റണം നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാ? വിവരമില്ല എന്നുള്ള വിവരം ഞമ്മക്കുള്ളതുകൊണ്ടാണ്. ഞമ്മക്ക് വിവരമില്ല, പിന്നെ ആർക്കാ വിവരം? ഷാഫി ഇമാമിനെ പോലുള്ള ഇമാമിങ്ങൾക്ക് വിവരമുണ്ട്, അതുകൊണ്ട് ഓല് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക, അതാണ് നമ്മളെ വിവരം. അതേ സ്ഥാനത്ത് ഷാഫി ഇമാം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞു, പ്ലേറ്റോ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്താ കേൾക്കാത്തത്? ഓരൊന്നും ഖുർആൻ നോക്കിയിട്ടല്ലോ പറഞ്ഞ്, ഷാഫി ഇമാമല്ലേ ഖുർആൻ നോക്കി പറഞ്ഞ്. അപ്പൊ ഖുർആനാണ് നമ്മളെ മാനദണ്ഡം, അതല്ലേ രസം? പരിശുദ്ധ ഖുർആനാണ് നമ്മളെ മാനദണ്ഡം. അല്ലെങ്കിൽ എന്താ നമുക്ക് ലെനിൻ പറഞ്ഞതും അത് ജോൺ ക്ലിപ്റ്റർ പറഞ്ഞ കൂടെ എടുക്കാറുണ്ടല്ലോ, ഇവരൊക്കെ വലിയ ബുദ്ധിജീവികളല്ലേ? അതൊന്നും പറ്റൂല. എന്താ? പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ മാനദണ്ഡം. ഷാഫി ഇമാമിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഇമാം ഷാഫി തങ്ങൾ ആ ഖുർആൻ നോക്കി പറഞ്ഞ ആളാ, അതുകൊണ്ടാ. എന്നാ ഖുർആൻ നമുക്ക് നോക്കിയാൽ പോരെ? പറ്റൂല. കാരണം എന്താ? നമുക്ക് വിവരമില്ല എന്നുള്ള വിവരം നമ്മളെടുത്തുണ്ട്. അതാണ് നമ്മളെ പ്രത്യേകത. നമുക്ക് വിവരമില്ല എന്ന വിവരം നമ്മളെടുത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ വിവരമുള്ളവരെ പിൻപറ്റണമെന്ന് പറയുന്നു. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലുള്ള ഇമാമിങ്ങള്. അതുകൊണ്ട് ക്ലാസ് റൂം ശ്രദ്ധിച്ചിരിക്കണ എല്ലാ ആളുകൾക്കും എനിക്കത്ര വലിയ വിവരമൊന്നുമില്ല എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാല് കുറെ വിവരം നമ്മളെ കൽബക്ക് ഇങ്ങനെ കയറും. മനസ്സിലായോ? അതിനാണ് നിസ്ഫുൽ ഇൽമി ലാദിരി എന്ന് പറയാ. ആ ലാദിരി എന്നുള്ള ബോധം വേണം. എനിക്ക് വിവരമില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ തന്നെ പകുതി വിവരാണത്, വിവരം കിട്ടാനുള്ള വഴിയുടെ പകുതിയാണിത്. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല തുറന്ന മനസ്സോടെ ചർച്ചകൾ ശ്രദ്ധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ എല്ലാവരും തയ്യാറായാൽ കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് എന്റെ സ്വന്തം നഫ്സിനോടും പ്രിയപ്പെട്ട ശ്രോതാക്കളോടും വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ ശബ്ദം? ഹലോ, ശബ്ദം കേൾക്കാമോ? ഹലോ. ഓക്കെ ഉസ്താദ്, ഈ ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്
വിഗ്രഹങ്ങളെ കുറിച്ചാണല്ലോ. പക്ഷേ അതിൽ അമ്പിയാക്കളും മലായിക്കത്തും എല്ലാവരും പെടുമെന്ന് പറഞ്ഞു പുത്തനാശക്കാർ പ്രചരിപ്പിക്കുന്നു. അപ്പോ ഇത് ഇമാം ഖുർത്തുബി ഇതിനെ കുറിച്ച് ഈ ആയത്തിന്റെ പരിധിയിൽ മലായിക്കത്തും അമ്പിയാക്കളും സകല മനുഷ്യരും ഉൾപ്പെടുന്നു പറഞ്ഞിരുന്നു എന്ന് പുത്തനാശക്കാർ പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഉസ്താദ് ഈ ഖുർത്തുബിയുടെ ഇബാറത്തൊന്ന് വിശദീകരിച്ചു തരാമോ? മൈക്ക് വിടുന്നു. ഈ ആയത്ത് ഫാത്തിർ സൂറത്തിലെ ഈ ആയത്ത് അത് വളരെ നേരത്തെ നമ്മൾ കേൾക്കുന്ന ഒരായത്താ. പിന്നെ അവിടെ ഖുർത്തുബി ഇമാമിന്റെ ഇബാറത്ത് ഒന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ് ഈ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഖുർത്തുബി ഇമാമിന്റെ ഇബാറത്താണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അബശീർ അവിടെ നോക്കി എന്താണ് പറയണത്? നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമയവും കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബുലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം തരൂല്ല. ഇപ്പൊ യൗമൽ ഖിയാമത്ത് യക്ഫറൂന ബിശ്ശിർക്കിക്കും നിങ്ങളുടെ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിന്റെ തഫ്സീർ കണ്ടോ? ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആഅക്കും. വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ, ആരോട് ചിന്തിക്കണം കേട്ടോ, അതിനുള്ള മറുപടി ഇപ്പൊ വരും. ആരോടാന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ടതാണ്. അത് ആരാന്ന് ഇപ്പൊ പറയും ഖുർത്തുബി ഇമാം. നിങ്ങൾ അവരോട് സഹായാർത്ഥന നടത്തിയാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആകൾ കേൾക്കൂല. കാരണം അന്നഹാ ജമാദാത്തുൻ ലാ തുബ്സിറു വലാ തസ്മഉ, കാരണം അവ കേൾവിയും കാഴ്ചയൊന്നുമില്ലാത്ത അചേതന വസ്തുക്കളാണ്. അതുകൊണ്ട് നിങ്ങളെ ദുആകൾ കേൾക്കൂല. അപ്പോ കല്ലുകളെയും മരങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന ആളുകളോടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലായി. ഇനി വലവു സമയവും മസ്തജാബുലക്കും, കേട്ടാൽ തന്നെ ഉത്തരം തരൂല. കാരണം ഇത് ലൈസ കുല്ലു സാമയനാത്തിക്ക, കേൾക്കണവർക്കൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോളുന്നില്ലല്ലോ. വഖാല ഖത്താദത്തു അൽ മഅന ലൗ സമിഉ ലം യൻഫഉകും, ഒരു കേട്ടാൽ തന്നെ നിങ്ങളെ സഹായിക്കൂല, നിങ്ങൾക്ക് അവർ ഉപകാരം ചെയ്യൂല എന്നാ. വഖീല ഐ ലൗ ജഅൽനാ ലഹും ഉഖൂലൻ വഹയാതൻ, നാം അവർക്ക് ബുദ്ധിയും ജീവനും കൊടുത്തു, അങ്ങനെ ഫസമിഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ ഓല് കേട്ടു, ലകാനു അത്വഅ ലില്ലാഹി മിൻകും, അവരാകും നിങ്ങളെക്കാൾ അള്ളാഹുവിന് വഴിപ്പെടുന്നവർ. വലമസ്തുജാബുലക്കും അലൽ കുഫ്രി, നിങ്ങളെ ഈ കുഫറിന്റെ മേൽ, ഈ കുഫറിന് വേണ്ടി ഓര് നിങ്ങൾക്ക് ഉത്തരം തന്നെ സഹായിക്കൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നൊരു അഭിപ്രായം. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും യജ്ഹദൂന അന്നക്കും അബത്തുമൂഹും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവരെ ആരാധിച്ചവരാണ് എന്നതിനെ അവർ നിഷേധിക്കും. യതബറഊന മിൻകും, നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറും. ഞങ്ങളും നമ്മൾ യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. സുമ്മ യജൂസു, പിന്നെ പറയാട്ടോ, പിന്നെന്താ പറയാനുള്ളത്? യജൂസു അൻ യർജിഅ ഹാദ ഈ ഇലൽ മഅബൂദീന, ഇത് മഅബൂദീങ്ങളിലേക്ക് മടങ്ങാൻ പറ്റും. ഏത്? ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇത് ഈ അതിന്റെ നേരർത്ഥം എന്താ? ഖിയാമത്ത് നാളിൽ യക്ഫുറൂന, അവർ നിഷേധിക്കും. ആ അവര് എന്ന് പറഞ്ഞാൽ ആരാ? മുമ്പ് പറഞ്ഞവരല്ല. മുമ്പ് പറഞ്ഞ അവരൊന്നല്ല. ഈ പറഞ്ഞ യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന അതിലുള്ള ദമീർ ഉണ്ടല്ലോ, യക്ഫുറൂനുള്ള ദമീർ, അത് മടങ്ങാൻ പറ്റും. ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലൂ, അഖിലുള്ള മഅബൂദീങ്ങളിലേക്ക്, ആരാധകരിലേക്ക് മടങ്ങാൻ പറ്റും. കൽ മലായികത്തി, മലക്കുകളെ ആരാധിച്ചിരുന്നവരുണ്ടല്ലോ. വൽ ജിന്നി, ജിന്നിനെ ആരാധിച്ചിരുന്നവരുണ്ടല്ലോ. വൽ അംബിയായി, അംബിയാക്കളെ ആരാധിച്ചിരുന്നവരുണ്ടല്ലോ. വശയാത്തീനി, ശൈത്താന്മാരെ ആരാധിച്ചവരുമുണ്ടല്ലോ. അത്തരം ബുദ്ധിയുള്ള പലരെയും ആരാധിച്ചവരുണ്ട്. മലായികത്ത് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ് ആരാധിച്ചവരുണ്ട്. അതുപോലെ തന്നെ ജിന്നിനെ ആരാധിച്ചവരുണ്ട്. അമ്പിയാക്കളെ ആരാധിച്ച പലരുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും മുസ അലൈഹി ഇസ്ലാമിനെയൊക്കെ ആരാധിച്ചവരുണ്ടല്ലോ. അങ്ങനെ പറയാ ഐ, അതായത് യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്ന് പറഞ്ഞാൽ ഐ യജ്ഹദൂന, അവര് നിഷേധിക്കും. അയ്യകൂന മാ ഫഅൽതുമൂഹു ഹഖ്ഖാ, നിങ്ങൾ അവരെ ആരാധിക്കുക വഴി നിങ്ങൾ ചെയ്ത കാര്യം സത്യമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു എന്നതിനെ അവർ നിഷേധിക്കും.
അത് ഹക്കാണ്, അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ് എന്നതിനെ അവർ നിഷേധിക്കും. അന്നഹും അമറൂക്കും ബിഇബാദത്തിഹിം, അവരെ ആരാധിക്കാൻ വേണ്ടി അവർ നിങ്ങളോട് കൽപ്പിച്ചതാണ് എന്നതിനെയും അവർ നിഷേധിക്കും. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞത്. വഹാബികൾ ഇവിടെ എന്താക്കുന്ന നിങ്ങള് സുമ്മ യജൂസോ ഇർജിയ ഹാദ എന്നുള്ള ഹാദ എടുക്കാൻ പോകുന്നവർക്ക് യാതൊരു പിടുത്തമില്ല. കാരണം ഈ ഹാദ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇഷാറത്താണ്. ഇസ്മുൽ ഇഷാറ എന്ന് പറയും. ഇസ്മുൽ ഇഷാറക്ക് 3 രൂപം ഉണ്ടാവും അല്ലെ? കരീബും വഴീദും മുതവസ്സിത്തും. ഹാദ ഹാദ എന്ന് പറഞ്ഞാൽ അത് കരീബിലേക്കാണ് പോകാന്ന് അൽഫിങ്കിൽ ഓതിയാ മനസ്സിലാവൂലേ? 3 കാലം ഉണ്ടാവും. അത് മനസ്സിലാക്കിയ സംഗതി പിടുത്തം കിട്ടും. അപ്പൊ ഹാദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പറഞ്ഞ ലമീർ എന്നാ. ലമീർ ലമീർ ഏത് യക്ഫുറൂന എന്നതിലെ ലമീർ ബുദ്ധിയുള്ള മഅബൂദങ്ങളിലേക്കും മടങ്ങാം. അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുന്നത്. നമ്മളെ ചോദ്യകർത്താവിന് അത് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്ക് ഏതായാലും ആ പഴയ ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടെന്നൊക്കെ പൂർണ്ണമായിട്ടുണ്ട് സലാമത്താകാത്തതുകൊണ്ട് കൂടുതൽ ഒരേ അവസരത്തിൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കൂ. ഹലോ ഉസ്താദേ, എനിക്ക് വായി പറയാൻ വല്ല ചാൻസ് ഉണ്ടോ? അത് ശരി, നല്ലൊരു ചോദ്യമല്ലോ. മൂപ്പർക്ക് വഴി പറയാൻ വല്ല ചാൻസ് ഉണ്ടോ? വല്ല തെരീക്കത്തും തുടങ്ങാനായിട്ടാണെങ്കിലെന്ന് പറഞ്ഞാല്. അല്ലെങ്കിൽ ഇവിടെ മണ്ടരി പിടിച്ചിട്ട് തേങ്ങ വീണ മാതിരിയാണ് തെരീക്കത്ത് തലങ്ങുന്ന വേഗം പോയിട്ട് തപ്പി തടഞ്ഞിട്ട് നടക്കാൻ വയ്യ ഇവിടെ കേട്ടോ. വലത്തോട്ടിരുന്നാലും തെരീക്കത്ത്, ഇടത്തോട്ടിരുന്നാലും തെരീക്കത്ത്. നമ്മളെ നാട്ടിലൊക്കെ ഈ മഹാളി പിടിച്ച അടക്ക വീണ്ടല്ലോ, അതേമാതിരിയാണ് ഇപ്പൊ നാട്ടിൽ തെരീക്കത്ത് വീണത്. അപ്പൊ നിങ്ങൾക്ക് കൈ പറഞ്ഞിട്ട് വല്ല തെരീക്കത്തും തുടങ്ങാനാണെങ്കിൽ അതായത് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായാലും റൈബ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചോദ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് വിശദമായി അറിഞ്ഞതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അല്ലാതെ നിങ്ങളെ ഈ എനിക്ക് വഴി പറയാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നാലെ ചർച്ച ചെയ്തിട്ട് പോകുന്നത് ലാ ത്വാഇല തഹ്തഹു. ആ ചർച്ചയ്ക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉപകാരപ്രദമായ എന്തെങ്കിലും വിഷയമായിട്ട് ഇൻഷാ അല്ലാഹ് ചർച്ചയിലേക്ക് നമുക്ക് തുടരാം. ഞാൻ മൈക്കോട്ടെ. അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ ഹലോ ഹലോ. ഓക്കെ. ഉസ്താദിന്റെ വിശദീകരണം മനസ്സിലായി, മാഷാ അല്ലാഹ്. പക്ഷെ ചെറിയൊരു സംശയമുണ്ട്. എന്തെന്ന് വെച്ചാൽ അബൂ സുഹൈദിന്റെ തഫ്സീറിൽ മലായിക്കത്തും അമ്പിയാക്കളെല്ലാം ഉൾപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടു എന്ന് കേട്ടു. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. അബൂ സുഹൈദിന്റെ തഫ്സീർ ഒന്നും ഇവിടെ അടിക്കുന്നാല് എന്തായാലും ഉണ്ടോ നോക്കുക കേട്ടാ. ഏതെങ്കിലും ഉസ്താദ്മാരുടെ അടുത്ത് അബൂ സുഹൈദിന്റെ തഫ്സീർ ഉണ്ടെങ്കിലോ ഒന്ന് അടിക്ക്. ഇബാറത്തില്ല. ഇബാറത്തിന് ഇപ്പൊ ഞാൻ നോക്കിയെടുക്കണം. അപ്പൊ ഏതെങ്കിലും ഉസ്താദ്മാരുടെ കയ്യിൽ ആ ഇബാറത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ചാൽ പിന്നെ നമുക്ക് നോക്കണ പണിയില്ലല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. ഇതൊക്കെ ഉസ്താദ് ഇവിടെ അല്ലേ? ഏതായാലും എല്ലാ തഫ്സീറിലും ഇപ്പറഞ്ഞ ആശയം തന്നെയാണ് ഉള്ളത്. ആശയത്തിന് മാറ്റമൊന്നുമില്ല, ഇബാറത്തുകളിൽ മാറ്റം ഉണ്ടായേക്കും. അപ്പൊ ആ ഇബാറത്ത് ഇവിടെ അടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് നേരത്തെ മറ്റേ ഇബാറത്ത് ചർച്ച ചെയ്തതുപോലെ തന്നെ ചർച്ച ചെയ്യാം. അതായത് അബൂ സുഹൈദിന്റെ ഇബാറത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നോക്കിയെടുക്കേണ്ടി വരും. ഇതൊക്കെ ഉസ്താദ് ഉണ്ടെങ്കിൽ ഉസ്താദ് എടുത്തു തന്നാൽ വളരെ എളുപ്പമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോ എന്താണ് ഇതിലുള്ളത് നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് പറയാം. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനത് ചോദിക്കാൻ കാരണം ചില ഉസ്താദ്മാരെടുത്ത് പോയാല്
എല്ലാവരും സീതമാരത്ത് പോയാല് ഓര് പറഞ്ഞാണ് നിങ്ങളെ അടുപ്പിൽ ഇന്ന സാധനം ഉണ്ടെന്ന്, അത് എങ്ങനെ ഓര് അറിയുന്നത്? അതുകൊണ്ട് ഞാനത് ചോദിക്കാൻ കാരണം. അപ്പൊ ഓരോ വൈബ് അറിയുന്നുണ്ടോ? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് വഴി പറയാൻ വല്ല മാർഗം ഉണ്ടോ നോക്കിയിട്ട് വേണം ആരെങ്കിലും ഒന്ന് വന്നിട്ടിയാൽ നിങ്ങളുടെ അടുത്ത് തന്നെ എന്ന സാധനം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്തോളി, എല്ലാവരുടെ അടുത്തും ഉള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് ഇന്ന ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, നമ്മളെ തെറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരുടെ അടുത്തും ഉള്ള ചില ഹൈബുകളുണ്ട്. അത് ഹൈബാണ്, അങ്ങനെ പുറത്തൊന്നും കാണൂല. അങ്ങനത്തെ ചില ഹൈബ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പൊ ആളുകൾ വന്നാൽ എന്താ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താല് അത് തെറ്റാകാനൊരു സാധ്യതയില്ല, കൃത്യമായിരിക്കും. അല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് അതാണ് നല്ലത്. എന്നാ പിന്നെ കുടുകൂല, അവര് പറഞ്ഞ് തെറ്റിയ ബുദ്ധിമുട്ടല്ലേ തുടക്കത്തിൽ തന്നെ. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എന്താ, ഇപ്പൊ ചില ആളുകള് ഗൈബ് പറയുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഗൈബല്ലേ സുഹൃത്തെ, അയാൾക്കത് ചിലപ്പോ ഷഹാദത്തീക്കാരം. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഗൈബ് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ ഗൈബ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞത് എന്നാണ് അതിന്റെ അർത്ഥം. അത് ആപേക്ഷികമാണ്. എന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞത് നിങ്ങളുടെ ദൃഷ്ടിക്ക് വിധേയമായിരിക്കും, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞത് എന്റെ ദൃഷ്ടിക്ക് വിധേയമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകാലോ പലതും. അപ്പൊ ഗൈബറിയാന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. പിന്നെ ചില ആളുകൾ അങ്ങനെ പറയണ്ടല്ലോ എന്ന്, അതിന് നിങ്ങൾ പറഞ്ഞ ഉസ്താദുമാരുടെ അടുത്തേക്കൊന്നും പോണ്ട, ഡോക്ടർമാരുടെ അടുത്തേക്ക് നിങ്ങൾ പഴയ വൈദ്യന്മാരുടെ അടുത്തേക്ക് കയ്യിന്റെ നാടി ഇങ്ങനെ പിടിച്ചിട്ട് പറയും പള്ളന്റെ ഉള്ളിൽ ഇന്നതാണ്. അത് വള്ളം കിട്ടാപ്പ പറഞ്ഞത് അല്ല, കയ്യിന്റെ നാടിയായി പിടിക്കണത്. ചില തിരക്കടില്ല, പിടിച്ചോടുത്ത് പോലും കാണുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സാധനം കയ്യിന്റെ ഉള്ളിലുള്ളതാണ് പറഞ്ഞെങ്കിൽ തിരക്കടില്ല. ഈ കയ്യിന്മ പിടിച്ചിട്ട്, ഈ നാടി പിടിച്ചിട്ട് വയറ്റിന്റെ ഉള്ളിലുള്ളത് പറയാണ് ചില ആൾക്കാർ. മനസ്സിലായോ? അതിന് ഇൽമുൽ ഗൈബ് എന്നല്ല പറയാ, അത് ലക്ഷണം നോക്കി പറയാന്നാണ് അതിന്റെ അർത്ഥം. അതൊക്കെ ഇൽമാണെന്ന് മനസ്സിലാക്കണ്ട. അല്ല, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങള്, ഇൽമ്, യഖീന് എന്നൊക്കെ പറയുന്നത്, ഇദ്ആന്, തസവ്വുർ എന്നൊക്കെ പറയുന്നത് ഒരേ അർത്ഥത്തിനാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൽമും യഖീനും മുതറാദിഫാണ് എന്ന് വരുമ്പോ, പര്യായ പദങ്ങളാണ് എന്ന് വരുമ്പോ, യഖീന് എന്ന് നമ്മൾ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്, അതാണ് ഇൽമ്. അത് മനസ്സിലാക്കുക. അപ്പോ ഈ പറഞ്ഞ ലക്ഷണം നോക്കി പറയുന്നത് ഇൽമല്ല, അത് അനുമാനമാണ് എന്നും മനസ്സിലാക്കുക. അത് ആ ഇൽമുള്ളത് നേരത്തെ പറഞ്ഞ ഉസ്താദുമാർക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഉസ്താദുമാരിൽ ചിലർക്ക് ഇൽമുള്ളവരുണ്ട്, അത്തരത്തിലുള്ള അനുമാനങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് അനുമാനങ്ങളുണ്ട്, വൈദ്യന്മാർക്ക് അനുമാനങ്ങളുണ്ട്. അങ്ങനെ പലർക്കും പല അനുമാനങ്ങളുണ്ട്. ആ അനുമാനം വെച്ച് പലതും പറയും. അത് അനുഭവത്തിൽ കൊണ്ട് പറയുന്നതാകാം, മറ്റു പല കാരണം കൊണ്ടും പറയുന്നതാകാം. അത് 100% ശരിയായിക്കൊള്ളണം എന്നില്ല. എന്നാൽ അനുമാനവും അനുഭവവും എല്ലാം സംയോജിപ്പിച്ച് പറയുമ്പോൾ ഏറെക്കുറെ അത് ശരിയാകാനും സാധ്യതയുണ്ട്. അതാണ് അത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ വൈകും. ചോദിച്ചതിന് മറുപടി ഒരു ഉസ്താദേ, അല്ല ഇപ്പൊ നിങ്ങളെ പോലത്തെ ഉസ്താദ്മാരും ചില സീതന്മാരൊക്കെ പറയുന്നല്ല, നിങ്ങളെ വിരന്റെ മൂലത്തൊരു കുപ്പി ഉണ്ടെന്ന്, അതൊക്കെ എങ്ങനെ അറിയും? സുഹൃത്ത്, നിങ്ങൾ ഇങ്ങനെ വാശി പിടിച്ചാലോ, നിങ്ങളെ പെരന്റെ മൂലത്തിൽ കുപ്പി ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് ചോദിക്കാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞോന്നു. അല്ലാതെ നിങ്ങളെ പെരന്റെ മൂലൊക്കെ കുപ്പി ഉണ്ട് എന്ന് ആരോ പറഞ്ഞാൽ അത് ഓലെങ്ങനെ അറിഞ്ഞു എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാ? എനിക്ക് മൊത്തത്തിലുള്ള ഇതിന്റെ സാധ്യതകളല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം വിദൂരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഓരോരുത്തർക്ക് അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റിയ സാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ചില നിഗമനങ്ങൾ പറയാം. അല്ലാതെ നിങ്ങളുടെ പെരേന്റെ ഒരു മൂലക്കൊരു കുപ്പി ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞവരോട് ചോദിച്ചു നോക്കി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ചിലപ്പോൾ ഒരു പെരയിൽ വന്നു നോക്കിയിട്ടുണ്ടാവും, അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ ആൾ കുഴിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തേക്കും പറയാം അവിടെ കുപ്പി ഉണ്ട് എന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ അവിടെ കുപ്പിയുള്ള വിവരങ്ങളെ പെരയത്താരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ മറ്റു വല്ല ലക്ഷണങ്ങളിലൂടെയും മനസ്സിലായിട്ടുണ്ടാവും.
ആ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അറിഞ്ഞോളന്നില്ല. ഭൂമിന്റെ അടിയിൽ വെള്ളം ഉണ്ട് എന്ന് ചില ആൾക്കാർക്ക് അറിയും, മനസ്സിലായോ? ഭൂമിയുടെ ലക്ഷണം അറിയുന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലത്ത് വെള്ളം ഉണ്ട് എന്ന് അറിയും. നിങ്ങൾക്ക് എനിക്കും അറിഞ്ഞോളന്നില്ല, അത് അയാൾക്കറിയും. അതേപോലെ ഞാൻ നേരത്തെ വിളിച്ചു, നിങ്ങൾ എന്റെ കൈ പിടിച്ച് നിൽക്കട്ടെ, നാടി പിടിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾക്ക് അറിയാം എത്ര സെന്റിമീറ്റർ വലിപ്പമുണ്ട് എന്നറിയും. അത് അറിയുന്നല്ലാതെ നാടി പിടിച്ചിട്ട് എന്ത് അസുഖമാണ് ഉള്ളത് എന്ന് പറയാൻ നിങ്ങൾക്കോ എനിക്കോ അറിയില്ല. അതറിയണമെങ്കിൽ അത് പഠിച്ചോളണം, ആ വിവരം വേണം. അങ്ങനത്തെ ആൾക്കാർക്ക് അറിയും. അങ്ങനെ ഓരോരുത്തർക്കും പല വിവരങ്ങളാണ്. ഇപ്പൊ ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ വിവരമുള്ളവന്റെ മേലും വേറെ വിവരമുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ കുറെ വിഷയങ്ങൾക്ക് പരിഹാരമാവും. അത് മാത്രമാണ് ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെ അറിഞ്ഞത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് പറയുന്നവരോട് തന്നെ ചോദിച്ചോക്കുക എങ്ങനെ അറിഞ്ഞത്. വേറൊരു സംഗതി ഉണ്ട്. ഗസാലി ഇമാം അയ്യൂഹൽ വലത് പറഞ്ഞതുപോലെ എല്ലാ വിവരവും ഒന്നും പറഞ്ഞു തരാൻ പറ്റൂല. ഗസാലി ഇമാമേ ഒരു മുത്തഅല്ലിമിനോട് പറഞ്ഞതാ, കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേ എല്ലാ വിവരവും ഒന്നും പറഞ്ഞു തരാൻ പറ്റൂല, പറഞ്ഞാട്ട് മനസ്സിലാവൂല. എന്നിട്ട് ഗസാലി ഇമാമൻ അതിന് ഉദാഹരണം പറഞ്ഞു. എന്ത്? തേന് മധുരാണ് എന്ന് പറഞ്ഞാൽ തേനിന്റെ രുചി എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുടിച്ച് മനസ്സിലാക്കി തരല്ലാതെ മധുരം എന്താണെന്നറിയാത്ത ഒരാളോട് മധുര എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ലല്ലോ. അങ്ങനെ പല ഉദാഹരണങ്ങൾ ഗസാലി ഇമാം പറഞ്ഞു. അപ്പൊ അങ്ങനെ പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ട കുറെ വിവരങ്ങൾ ലോകത്തുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞു തരാന് കഴിയില്ല, മനസ്സിലായോ? അത് അവർക്കും കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അത് അവർക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതിന്റെ സാധ്യതകളെ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല വിഷയം അറിയാണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ വൈകും. അപ്പൊ പിന്നെ ഈ വൈബ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടി യോജിക്കണ്ടല്ലോ, അത് പിന്നെന്താ? അല്ല, ആദ്യം നിങ്ങളെ മൈക്കൊന്ന് ക്ലിയർ ചെയ്യോ? നിങ്ങൾ ആ മൈക്കൊന്നേ ഒന്ന് ക്ലിയർ ചെയ്യും. നിങ്ങളെ പറഞ്ഞത് മനസ്സിലാവില്ല. ഒയ്ബ് എന്ന് കൊട്ടി ഘോഷിക്കുന്നുണ്ട് എന്നാ പറഞ്ഞു. ഞങ്ങളൊരു ഒയ്ബും കൊട്ടി ഘോഷിക്കണില്ല. ഒയ്ബറിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിച്ചു കൊടുക്കാൻ വിചാരിച്ചാൽ അത് തടയാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈതാന. അള്ളാഹ് അങ്ങനെ പലർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അറിയിച്ചു കൊടുത്തത് അമ്പിയാക്കൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വഹ്യ് കൊണ്ട് അറിയിച്ചു കൊടുത്തതുകൊണ്ട്, സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തതുകൊണ്ട്, ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തതുകൊണ്ട് അമ്പിയാക്കൾക്ക്. ഔലിയാക്കൾക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കളായതുകൊണ്ട് അവർക്ക് വഹ്യില്ല. അവർക്ക് അള്ളാഹു തആല സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ പല സംഗതിയും അള്ളാഹു തആല സാധാരണക്കാർക്ക് അറിയാത്ത കുറെ വിഷയങ്ങള് മഹാന്മാരായ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തത് സ്വഹീഹായ ഹദീസുകളിൽ തന്നെ ധാരാളം കാണാം. അത് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ ലോകത്ത് ആർക്കും അറിയും. അത് ഗൈബ് അങ്ങനെയാണ്, ഷഹാദത്ത് അങ്ങനെയാണ്. കണ്ണുണ്ടായിട്ട് കണ്ടോളണമെന്നില്ല. അള്ളാഹു തആല കാണാനുള്ള കഴിവെന്നാ അപ്പൊ കാണില്ലേ? കാണൂല. മനസ്സിലായോ? കാതുണ്ടായിട്ട് കേട്ടോളണമെന്നില്ല. അള്ളാഹു കേൾക്കാനുള്ള കഴിവെന്ന അപ്പൊ കേൾക്കൂല്ലെങ്കിൽ കേൾക്കൂല. അതുപോലെ തന്നെ അറിഞ്ഞോളണമെന്നില്ല. അള്ളാഹു അറിയാനുള്ള കഴിവെന്ന അപ്പൊ അറിയാം, അല്ലെങ്കിൽ അറിയില്ല. അതാണ് ലോകത്തെ എല്ലാ സംഗതികളുടെയും നിലപാട്. അപ്പൊ ആ നിലയ്ക്ക് ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ ആളുകൾക്ക് ഇല്ലാത്ത ചില കഴിവുകൾ അള്ളാഹു കൊടുക്കും. സാധാരണക്കാർ അറിയാത്ത പലതും അറിയിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു പലർക്കും അറിയിച്ചു കൊടുത്താൽ അവർക്ക് ഗൈബ് അറിഞ്ഞു എന്ന് നമുക്ക് പറയാം. അതിന് വിരോധമില്ല. അത് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കാണ്. അള്ളാഹുവിന്റെ പ്രവൃത്തി ഇല്ലാതെ, പടച്ചറപ്പ് കഴിവ് കൊടുക്കാതെ, അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ ലോകത്ത് ഒന്നും എവിടെയും ഒരാളിലും ഒരു വസ്തുവിലും ഒരു നിമിഷം പോലും നടക്കുകയില്ല എന്നതാണ് മുസ്ലിമിന്റെ വിശ്വാസം എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നന്നായിക്കോട്ടെ. അപ്പൊ ഈ കുട്ടിയും തകിടും ഒന്നും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താ സുഹൃത്തുക്കൾ ഈ പാതിരാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? ഇപ്പൊ എന്താ പറഞ്ഞ, ഒന്നും അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ ഒരാൾക്കും എവിടെ ഒരു നിമിഷം പോലും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാണ് മൈക്ക് വെച്ചപ്പോ നിങ്ങൾ ചോദിക്കാം. അപ്പൊ പിന്നെ ഈ തകിടും വെള്ളും അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ അറിഞ്ഞതെന്നാണ് നിങ്ങളീ പറയണതെന്നാ? എന്താ ഇതിനൊക്കെ മരുന്ന്? ഞാൻ മൈക്ക് വെക്കണത് അവസാനം പറഞ്ഞ വാചകം എന്താ? ഒന്നും
എവിടെയും ആർക്കും എങ്ങനെയും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയില്ല. അതാണ് ഞാൻ അവസാനം പറഞ്ഞത് അല്ലെ. അത് പറഞ്ഞു വെച്ച് എന്നോട് നിങ്ങൾ ചോദിക്കുക, പിന്നെ തകിടും വെള്ളമൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെയാണോ അറിയണത്? അള്ളാഹു താല അറിയിച്ചു കൊടുക്കാതെ ലോകത്ത് ഒരാൾക്കും എവിടെയും ഒന്നും ഒരു നിലക്കും അറിയാൻ സാധിക്കുകയില്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. മനസ്സിലായോ? അല്ല ചിലതൊക്കെ അറിയുന്നൊക്കെ പറഞ്ഞ അതൊക്കെ പിന്നെ വഹാബികൾ അങ്ങനെയൊക്കെ പറയും. ഞമ്മക്കത് പറയാൻ പറ്റില്ലോ. നമ്മൾ പറയണത് അള്ളാഹു താല കഴിവ് തരാതെ, അള്ളാഹു അറിയിച്ചു തരാതെ ഒരു സംഗതി അറിയില്ല. അതിൽ ഇന്നത് ഇന്നതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾ തകിടും വെള്ളം പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തും മനസ്സിലായോ? എന്തും ആർക്കും അറിയില്ല. അത് മറഞ്ഞത് എന്നില്ല, മുന്നിലുള്ളത് പോലും അറിയില്ല. അതല്ലേ എന്റെ രസം. നേരെ നമ്മളെ കണ്ണിന്റെ മുന്നിലുള്ളതുണ്ടല്ലോ, അതുപോലും ചിലപ്പോൾ നമ്മൾ അള്ളാഹു താല കണ്ടില്ലാന്ന് തരും. എന്താ? അള്ളാഹു ഇത് കാണാനുള്ള കഴിവ് നമുക്ക് തന്നില്ലെങ്കിൽ കാണൂല, അറിയാനുള്ള കഴിവ് നമുക്ക് എന്തെങ്കിലും അറിയില്ല. എത്ര കാലായി സുഹൃത്തെ നമ്മളൊക്കെ ജീവിക്കണ്. നമ്മളെ ശരീരം നമ്മൾ ഇക്കോലത്തിൽ നിലക്കണ എന്നെ റൂഹ് കണ്ടൊരു സാധനം നമ്മളെ ഉള്ളിലുള്ളട്ടാ. ആ റൂഹ് എന്താന്ന് നമുക്ക് അറിഞ്ഞിക്കണം. എത്ര കാലമായിട്ട് അറിയില്ല. അള്ളാഹു താല അറിയിച്ചെന്നാ അറിയില്ലെങ്കിൽ അറിയില്ല. അതിനോട് വ്യത്യാസമൊന്നുമില്ല. എന്നാ റൂഹ് എന്ന് പറഞ്ഞത് ആർക്കും അറിയില്ല എന്നാ അറിഞ്ഞവരുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിഞ്ഞവരുണ്ട്. ഗസാലി ഇമാമിനോട് ചോദിച്ചു എന്താ റൂഹ്? ഗസാലി ഇമാമിന്റെ ചെറിയൊരു കിതാബ് ഉണ്ട്, അൽ മഗ്നൂൻ സഗീർ എന്ന് പറഞ്ഞ കിതാബ്. അൽ അജിബത്തുൽ ഗജീബ ലിൽ ഇമാമിൽ ഗസാലി, ഇമാം ഗസാലിയുടെ വിസ്മയകരമായ ഉത്തരങ്ങൾ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബില് ഗസാലി ഇമാമിനോട് ചോദിച്ചു എന്താ റൂഹ് എന്ന്. ഗസാലി ഇമാം മറുപടിയാണ് പറഞ്ഞു കൊടുത്തു. മറുപടി പറയാൻ മുമ്പ് ഇമാം ഗസാലി ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങള് ഈ ചോദ്യം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഉത്തരം വിശദീകരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞ ചോദ്യമാണ്. എപ്പോഴല്ലാതെ ആ ഉത്തരം കേൾക്കാൻ പോകുന്ന ആളുകൾ ആ ഉത്തരം മനസ്സിലാക്കാൻ അർഹരാണെങ്കിൽ അല്ലാതെ നിങ്ങളതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണ്ട എന്ന് അള്ളാഹു നിർദ്ദേശിച്ച ചോദ്യമാണിത്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവേ, നിങ്ങൾ ഇതിന്റെ ഉത്തരം കേൾക്കാൻ അർഹനാണെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് എന്താണ് റൂഹ് കേട്ടോ, എന്താണ് റൂഹ് എന്ന് പറയും. അപ്പോ നമ്മളെ ശരീരത്തിലുള്ള സാധനം തന്നെ നമ്മക്കറിയില്ല, നമ്മളടുത്തുള്ള തന്നെ നമ്മക്കറിയില്ല, നമ്മളെ കൺമുമ്പിലുള്ള തന്നെ നമ്മളെ കണ്ടില്ലാന്ന് വരും, അറിഞ്ഞില്ലാന്ന് വരും. അങ്ങനെ പലത് ഈ ലോകത്ത് സംഭവിക്കാറുണ്ട്. അവിടെ ഗൈബും ഷഹാദത്തും നമ്മളുടെ വ്യത്യാസമൊന്നുമില്ല. അല്ലാഹു തആല അറിയിച്ചൊന്നും അറിയും, അള്ളാഹ് അറിയിച്ചെന്നില്ല അറിയില്ല. അത്ര ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ നമ്മളെ നാട്ടിൽ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോ ചില ആളുകൾ പറയുന്നതാണ് ആ വാതിൽ അവിടുന്ന് മാറ്റി വെച്ചോളൂ, അതല്ലെങ്കിൽ അത് ഇടത്തെ ഭാഗത്ത് വലത്തെ ഭാഗത്ത് മാറ്റി വെച്ചോളൂ, അല്ലെങ്കിൽ മറ്റേ തട്ട് പൊളിച്ചോളൂ എന്നൊക്കെ. അതിലൊക്കെ ശൈത്താന് പോകുന്ന സ്ഥലങ്ങളാണെന്ന്. ഈ ശൈത്താന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾക്ക് മനസ്സിലാകണത്. കൊടി ഉസ്താദിനെ അറിയാം ശൈത്താന് പോകുന്ന സ്ഥലങ്ങളൊക്കെ എവിടൊക്കെയാണെന്ന്? ചില ശൈത്താന്മാരൊക്കെ കോട്ടൂരുസ്ഥാൻ അറിയാം, ഉള്ളത് പറഞ്ഞല്ലോ. ചില ശൈത്താന്മാര് പോണ വയ്യൊക്കെ കോട്ടൂരുസ്ഥാനെ നല്ലോണം അറിയാം. ചിലപ്പോ ചില ശൈത്താന്മാര് STVയിലൊക്കെ ചില ചോദ്യമൊക്കെ ചോദിച്ചു വരലുണ്ട്, അപ്പൊ തന്നെ തെറിക്കലുണ്ട്. അതങ്ങനെയാണല്ലോ. ശൈത്താന് അങ്ങനെ ലക്ഷണമുണ്ട്. ചിലയിടത്തൊക്കെ തന്നെ കേറി വരും, അപ്പൊ തന്നെ പരിശുദ്ധ ഖുർആൻ കെട്ട ഓടിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ചില ശൈത്താന്മാരെ ഞാൻ പറയാം, ഞങ്ങൾ കേട്ടില്ലേ, ഏതെങ്കിലും ഒരു പെരേ ചെന്ന് നിങ്ങൾ അൽഫാത്തിമ എന്ന് വിളിച്ചു നോക്കിയ ശൈത്താൻ അപ്പ പായോടും. ഖുർആൻ കേട്ടാ ശൈത്താൻ അപ്പ ഓടും. അത് നല്ല ഐഡിയ ആണിത്. ഇത് ഒരു പെരയെ പോയിട്ട് ഒരു സൽക്കാരൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോരാമിരിക്കുമ്പോ നമ്മളും ദ്വാരക്കില് അൽ ഫാത്തിഹ എന്ന് വിളിക്കുക, ശൈത്താൻ കാണാൻ നീച്ചൊരൊറ്റ പോക്കാണ്ട് പോകണം. പിന്നെന്താ, വേറൊന്നും പരിശോധിക്കണ്ട. അതൊക്കെ തന്നെയല്ലേ അടയാളം. പരിശുദ്ധ ഖുർആൻ കേട്ടാൽ അവിടുന്ന് ഓടും. ഏതെങ്കിലും പെരയിൽ നമ്മളെ ചർച്ച തുടങ്ങിയെന്നാ ഓടുന്ന, മരിച്ച പെരയിൽ ആരെ ഓതുന്നുണ്ടെങ്കിൽ ശൈത്താൻ കാണാൻ അവിടെ വന്നിട്ട് എല്ലാവരും ആട്ടണം. അങ്ങനെ കുറെ ശൈത്താന്മാർ എനിക്ക് അറിഞ്ഞുണ്ട്. എന്നാ എല്ലാ ശൈത്താന്മാരും എനിക്ക് അറിയുന്ന എനിക്ക് അഭിപ്രായമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ ശൈത്താന്മാർ എനിക്ക് അറിയാൻ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഏതായാലും അക്കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ശൈത്താൻ അതിലെ പോകലുണ്ട് ഇതിലെ പോകലുണ്ട് എന്നൊക്കെ ചിലോല് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഓൽക്ക് മനസ്സിലായത്? ഓരോട് തന്നെ ചോദിക്കണം. അല്ല ഓൽക്ക് എന്നോട് ചോദിച്ചിട്ടായിരുണ്ടോ? ഡോക്ടർമാര് പറയല്ലേ, നിങ്ങളെ വയറിന്റെ ഉള്ളിൽ അതുണ്ട്, നിങ്ങളെ ശരീരത്തിനുള്ളിൽ ഉണ്ട്, നിങ്ങളെ ഹൃദയത്തിന്റെ അടുത്ത് ചെറിയൊരു ചുങ്ങലുണ്ട്, അത് രക്തസമ്മർദ്ദം കൂടുതലുണ്ട്. അതൊക്കെ ഓൽക്ക് എങ്ങനെ മനസ്സിലായത്? ഓരോട് ചോദിക്കണം. അതതിന്റെ ഇൽമല്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞത് ഭൂമിന്റെ അടിയിൽ വെള്ളം ഉണ്ട് എന്ന് ചില ആൾക്കാർ പറയില്ലേ, അതിന് ഓൽക്ക് മനസ്സിലായത് അത് ഓരോട് ചോദിക്കണം. ഓരോ ഇൽമും വ്യത്യസ്തമാണ് സുഹൃത്തെ, എല്ലാ ഇൽമും വ്യത്യസ്തമാണ്, എല്ലാവർക്കും ഒരുപോലത്തെ ഇൽമല്ല. അതുകൊണ്ട് അതെങ്ങനെ ഓൽക്ക് മനസ്സിലായത് എന്ന് അത് പഠിച്ചവരോട് ചോദിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നും ആ വിഷയത്തിൽ ഇല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തണം. എനിക്ക് ചിലതൊക്കെ അറിയാം, ചില ശൈത്താന്മാരൊക്കെ നമ്മളെ ഇടക്കിടക്ക് കാണലുണ്ട്, അറിയലുണ്ട്. അങ്ങനത്തെ ശൈത്താന്മാരുടെ അടുത്തേക്ക് പോകരുത് എന്ന് നമ്മൾ ജനങ്ങളോട് പറയലുണ്ട്. ഓക്കെ, അല്ല ഞാൻ മൈക്കിൽ വരണമെങ്കിൽ ആ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ഉണ്ടേ, അപ്പോഴല്ലേ പിന്നെ എനിക്ക് മൈക്കിൽ എന്നുള്ള എന്തെങ്കിലും പറയാനുള്ളൂ. ഞാനത് പേസ്റ്റും കാത്തിക്കുകയാണേ, അല്ലാതിപ്പോ പേസ്റ്റാതിപ്പോ ഞാൻ എന്ത് പറയാനാ? വെറുതെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അടുത്ത ആള് ചോദ്യം ചോദിച്ചോട്ടെ. ഇതാണ് ഇപ്പൊ മൂപ്പര് പേസ്റ്റ് ചെയ്ത് ഇതാണോ? ഇത് അദ്ദേഹം പേസ്റ്റ് ചെയ്തല്ലോ. ഇതാരാ പേസ്റ്റ് ചെയ്ത്? അബുജദ്. ഓക്കെ, അബുജദ് ആണ് ഇത് പേസ്റ്റ് ചെയ്ത്. ഇത് അബു സൗദിന്റെ ഭാഗത്താണോ? ഓക്കെ. ولو سمعوا على الفرض والتقدير ما استجابوا لكم لعجزهم من الافعال بالمره لا لما قيل من انهم متبرئون منكم ومما تدعون لهم فان ذلك مما لا يتصور منهم في الدنيا ويوم القيامة يكفرون بشرككم ويجحدون بإشراككم لهم وعبادتكم إياهم بقولهم ما كنا إيانا نعبدون لا يخبرك بالأمر مخبر مثل خبير أخبرك به وهو الحق سبحانه فإنه الخبير بكنه الأمور ومسائل المخبرين والمراد تحقيق ما أخبر به من حال آلهتهم ونفع ما يدعون لهم من الإلهية. എന്താ ഇതിലുള്ളത്? ഇതിലിപ്പോ അതിനെതിരെ ഒന്നുമില്ലല്ലോ. ഓരോ സമയവും ഇവിടെ കണ്ടോ, ലാ യസ്മഉ ദുആഅക്കും എന്ന് പറഞ്ഞോടത്ത് കൊടുത്തിരിക്കുന്നത് അന്നഹു ജമാദുൻ ലൈസ മിൻ ശൈനിഹി അസ്സമാഉ. കാരണം അവ അചേതന വസ്തുവാണ്, അചേതന വസ്തുവിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല കേൾക്കല്. ഇനി വലവു സമയഉ എന്നുള്ളടത്ത് എന്താ കൊടുക്കുന്നത്? അലൽ ഫറളി വത്തഖ്ദീരി, സങ്കൽപ്പിക്കുക, സാങ്കല്പികമായി അത് അവർ കേട്ടാ തന്നെ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം തരൂല. യസീമുൽ അഫ്ആലി, അവർക്ക് അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്തവരാണ്. ബിൽ മറ, പാട കഴിയാത്തവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ? പിന്നെന്താ പറയാ? ലാ ലിമാ ഖീല മിൻ അന്നഹും മുതബർരിഊന മിൻകും, അവർ നിങ്ങൾക്ക് ഉത്തരം തരൂല എന്നുള്ളടത്ത് ചിലർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? കാരണം അവർ നിങ്ങളുമായി ബന്ധമില്ലാത്തവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അവർ ഉത്തരം തരൂല എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അങ്ങനെയല്ല എന്നാണ് അബൂ സഊദ് തങ്ങൾ പറയുന്നത്. കാരണം എന്താണ്? കാരണം ഇന്ന ദാലിക മിമ്മാ ലാ യതസവ്വറു മിൻഹും ഫി ദുനിയാ, അത് ദുനിയാവ് തന്നെ അവരിൽ നിന്ന് തസവ്വുറാകാത്തതാണല്ലോ എന്നാ. ദുനിയാവ് തന്നെ അവരിൽ നിന്ന് തസവ്വുറാകാത്തതാണല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ ജമാഅത്താണല്ലോ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അചേതന വസ്തുക്കളാണല്ലോ. അചേതന വസ്തുക്കൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദുനിയാവിൽ തന്നെ എന്നുള്ള അർത്ഥമല്ല, ദുനിയാവിൽ അവരിൽ നിന്നത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവ കല്ലും അതുപോലെ തന്നെ മരമൊക്കെ അടങ്ങിയ അചേതന വസ്തുക്കളാണ്. അചേതന വസ്തുക്കൾക്ക് ദുനിയാവിൽ വെച്ച് അത്തരം നിങ്ങളുമായി ഞങ്ങൾ ബന്ധമില്ലാത്തതിന്റെ പേരിൽ നിങ്ങളോട് എന്താവൂല, നിങ്ങളുമായി ബന്ധമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉത്തരം തരൂല, അർത്ഥം വെക്കാൻ പറ്റൂല. കാരണം ബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് ഉത്തരം വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉത്തരം തരിക എന്നുള്ളത് അചേതന വസ്തുക്കൾക്ക് ഉണ്ടാകാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് ബന്ധമില്ലാത്തതിന്റെ പേരിൽ എന്നതല്ല ശരി, നേരെ മറിച്ച് അവർക്കതിന് കഴിയില്ല, കാരണം അചേതന വസ്തുക്കളാണ് എന്നാണ് അബൂ സഊദ് പറഞ്ഞത്. അപ്പൊ എല്ലാ മുഫസ്സിരീങ്ങൾ പറഞ്ഞതോടെ ഒന്ന് തന്നെയാണ്, അതിനെതിരെ ആരും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും അതിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കാൻ ഞാൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്റെ മോളിൽ നിന്നാണ് മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സാർ, ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഈ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് അത് നബിയോ അല്ലെങ്കിൽ സഹാബത്തോ അത് ചെയ്ത കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാമുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? അതായത് ഇപ്പൊ നബി ചെയ്ത് കാണിച്ച എന്ന കാര്യം മാത്രമാണ് നമുക്ക് ഇസ്ലാമിൽ ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ നബിക്ക് ശേഷം വന്ന സഹാബികൾ ചെയ്ത് കാണിച്ചിരുന്ന കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാമുള്ളൂ? സാർ ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
ഈ ഷിജു ഹനീഫ് എന്ന സുഹൃത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയണില്ല. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യം, നേരത്തെ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അല്ലെ, നേരത്തെ അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ചോദ്യം ശരിക്ക് ഇസ്ലാമികമായ ഇത്തരം വിഷയങ്ങളിലെ അടിത്തറ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചോദ്യങ്ങളാണ്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തത് ചെയ്യാൻ പാടൂ, അങ്ങനെ ഒരു നിയമം ദീനിലുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു നിയമം ദീനിൽ ഇല്ല എന്നാണ് അതിന്റെ ചുരുക്ക മറുപടി. എന്നാൽ ചിലര് ചില സമയത്ത് അങ്ങനെ പറയാറുണ്ട്. ഇത് ഞാൻ മറുപടി വിശദീകരിക്കും. അതിനു മുമ്പ് പറയാണ്, ചിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുത്തൻവാദികളായ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും ഒക്കെ ആകുന്ന കക്ഷികളും അവര് പലപ്പോഴും പറയാറുണ്ട് റസൂലും സഹാബത്തും ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇത് സത്യത്തിൽ ഇസ്ലാമിലില്ലാത്ത ഒരു വാദം ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമച്ചു ഉണ്ടാക്കിയതാണ്. അത് ശുദ്ധ വിദഅത്താകുന്നു. എന്നാലും ഈ പറയുന്ന കക്ഷികൾ തന്നെ നബിയും സ്വഹാബത്തും ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വേറെ വിഷയം. നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കക്ഷികൾ തന്നെ നബിയും സ്വഹാബത്തും ചെയ്യാത്ത എത്രയോ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലേ മുജാഹിദുകൾ KN എന്നൊരു സംഘടന ഉണ്ടാക്കിയത്? നബിയും സ്വഹാബത്തും സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അതിന് വർഷം വർഷം സമ്മേളനം കൊണ്ടാടുന്നത്. 8ാം സമ്മേളനം എന്നൊക്കെ പണ്ട് സമ്മേളനം കഴിഞ്ഞ് ഒരു വർഷം വെക്കണ്ട, ചിലപ്പോൾ 5 വർഷേക്കും ചിലപ്പോൾ 10 വർഷേക്കും എത്രയോ ആയിക്കോട്ടെ, ഇടയ്ക്കിടെ സമ്മേളനം കൊണ്ടാടുന്നു. നബിയും സ്വഹാബത്തും അങ്ങനെ സമ്മേളനം വെച്ചിട്ടുണ്ടോ? ആ ഒരു സമ്മേളനം ഉണ്ടായത് അറഫയിലെ സമ്മേളനം, വേറെ സമ്മേളനം വെച്ചിട്ടില്ല. മുജാഹിദിലേക്ക് ഏതെങ്കിലും അന്തല്ലാത്ത ആൾക്കാർ ചെന്ന് കൂടിയാല് സ്വീകരണ സമ്മേളനം വെക്കുന്നു. നബിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു എന്ന ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് സ്വീകരണ സമ്മേളനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല. മുജാഹിദുകളും ജമാഅത്തുകാരും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. നബിയും സ്വഹാബത്തും മക്ക എന്ന പരിശുദ്ധ നാട് മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങിയതിന്റെ ശേഷം അതിന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചിട്ടുണ്ടോ? ആഘോഷിച്ചിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലായിടത്തോളി മക്കളെ കെട്ടിക്കലുണ്ട് അല്ലെ, ശരിയാണ്. പക്ഷെ പുതിയാപ്പള സൽക്കാരം നിർത്തിക്കണോ? നിർത്തിയില്ല. പൊര ഉണ്ടാക്കിയിട്ട് ആ പൊരയെ കൂടുതൽ നിർത്തിക്കണോ? അതില്ല. പൊരയെ കൂടുതൽ മനസ്സിലായി, ഹൗസ് വാമിങ്, പൊരന്റെ ഉദ്ഘാടനം അത് നടത്തി. അങ്ങനെ അങ്ങ് ചിന്തിച്ചോളൂ. എത്രയോ സംഗതി നബിയും സ്വഹാബത്തും നടത്താത്തത് ഇവര് നടത്തുന്നുണ്ട്. മദ്രസ നടത്തുന്നു, അറബി കോളേജുകൾ നടത്തുന്നു, സിലബസ് ഉണ്ടാക്കുന്നു അല്ലെ, എന്തൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് ഇവര് പറയും ചെയ്യും നബിയും സ്വഹാബത്തും ചെയ്യാത്ത ചെയ്യാൻ പാടില്ല, നബിയും സ്വഹാബത്തും ചെയ്യാത്ത ചെയ്യാൻ പാടില്ല. ഇതെവിടെ പറയല്? അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതെവിടെ പറയല്? സുന്നികളെ എതിർക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു സംഗതിയാണ്. നബിയും സ്വഹാബത്തും ചെയ്യാത്ത ചെയ്യാൻ പാടില്ല, നബിയും സ്വഹാബത്ത്. എന്തിനാ സ്വഹാബത്തിനെ അതിന്റെ കൂടെ കൂട്ടിയത്? അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത ഇപ്പൊ അസിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നബിദിനം നടത്താൻ അപ്പൊ പറയും നബിയും സ്വഹാബത്തും ചെയ്യാൻ പാടില്ല. കണ്ടോ? കുട്ടികളെ ജന്മദിനം ആഘോഷിക്കുകയാണെങ്കിലോ അവിടെ പ്രശ്നമുണ്ടോ? അവിടെ ഒന്നുമില്ല. അവിടെയൊക്കെ നബിയും സ്വഹാബത്തും ചെയ്യാത്ത ചെയ്യും ചെയ്യും. അപ്പൊ ഇത് സത്യത്തില് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി, അവര് പിഴച്ചവരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി വെറുതെ മെനഞ്ഞുണ്ടാക്കിയ ചില ആശയാണ്. സ്വഹാബത്ത് ചെയ്തത് ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം സ്വഹാബത്ത് ചെയ്തതാണ് ചെയ്യേണ്ടതെന്നൊരു ധ്വനി ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ മുജാഹിദുകൾ സ്വഹാബത്ത് ചെയ്ത് ചെയ്യണ്ടോ? തറാവീഹ് 20 റക്അത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വഹാബത്ത് ഒന്നടങ്കം നിസ്കരിച്ചു എന്ന് സഹിഹ് ഹദീസിലില്ലേ? മുജാഹിദ് ചെയ്യുന്നുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം മുതൽ ജുമഅക്ക് 2 ബാങ്ക് കൊടുത്തു എന്ന് സഹിഹ് ഹദീസിലില്ലേ? ഇന്നും മക്കൾ എന്തിനു കൊടുത്തേ? മുജാഹിദ് നിസ്കരിക്കുന്നുണ്ടോ? ഖലീഫമാരും ഖുത്ബ ഓതുന്ന സമയത്ത് അവരുടെ കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടി കയ്യിൽ പിടിച്ചിരുന്നു എന്ന് മുജാഹിദുകൾ സമ്മതിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവർ കയ്യിൽ പിടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയുണ്ട് നബിയും സ്വഹാബത്തും ചെയ്യണില്ല.
ചെയ്യാത്തവർ ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അനുസരിച്ച് നബിയും സ്വഹാബത്തും ഒരു കാര്യം ചെയ്തില്ല എന്ന കാരണം കൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നില്ല. നേരെ മറിച്ച് നബിയും സ്വഹാബത്തും ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം വിരോധിച്ചു റസൂലുള്ളാഹി തങ്ങൾ, അതേ സ്ഥാനത്ത് അവർ ചെയ്തില്ല എന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനല്ല, വിരോധിച്ചാൽ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം പരിശോധിച്ചാൽ, അത് കുഴപ്പമില്ല. മാത്രമല്ല ചിലപ്പോൾ ചെയ്യുന്നത് പുണ്യമാകും. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊതുവായി കൽപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്ത ഒരു കാര്യത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ് ഇത് എങ്കിൽ നമുക്കത് ചെയ്യാം. ഉദാഹരണം പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതാൻ കൽപ്പിച്ചു, അല്ലെ? ഖുർആൻ ഓതാൻ കൽപ്പിച്ചു. ദുആ നിങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് കൽപ്പിച്ചു. നിങ്ങൾ എപ്പോഴും ദുആർന്നുള്ളതെന്ന് കൽപ്പിച്ചു. നമ്മളൊരു വീട്ടില് ഒരു സൽക്കാരത്തിന് ഒത്തുകൂടിയാൽ അവിടുന്ന് പിരിയണതിന് മുമ്പ് നമ്മൾ ദ്വാരക്കുകയാണ്. അതിനെന്താ കുഴപ്പം? കാരണം ചെയ്യാൻ പാടില്ല കൽപ്പന ഉണ്ടോ? ഇല്ല. ചെയ്യണതിന് പ്രോത്സാഹനല്ലേ? ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഏതായാലും ഒത്തുകൂടിയപ്പോ ദ്വാരന്ന് പിരിയാണ്. അതിനെന്താ വിരോധം? യാതൊരു വിരോധമില്ല. അത് പുണ്യകരമായ കാര്യമാണ്. നബിയും സ്വഹാബത്തും ഒരു കാര്യം ചെയ്തില്ല എന്ന് വന്നാൽ തന്നെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊരു നിയമം ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെയും സ്വഹാബത്തിന്റെയും പരിശുദ്ധ ഖുർആന്റെയും ചര്യക്ക് വിരുദ്ധമായതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, വിരുദ്ധമായത് എന്നും ചെയ്യാത്തത് എന്നും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കുക. വിരുദ്ധമായത് എന്ന് പറഞ്ഞാല്, അല്ലെ, എന്റെ താല്പര്യത്തിന് വിരുദ്ധമായത് അത് വേറൊന്ന്. ഭർത്താവിന്റെ താല്പര്യത്തിന് വിരുദ്ധമായത് ഭാര്യ ചെയ്യാൻ പാടില്ല. അതിനർത്ഥം ഭർത്താവ് ചെയ്യാത്തതും ചെയ്യാൻ പാടില്ല എന്നാ? അങ്ങനെയാണോ? അങ്ങനെ അർത്ഥമുണ്ടോ? ഭർത്താവ് കൽപ്പിച്ചത് ചെയ്യണം, അത് ശരി തന്നെ. എന്നാ കൽപ്പിക്കാത്തൊന്നും ചെയ്യാൻ പാടില്ല അർത്ഥമുണ്ടോ? താല്പര്യത്തിന് വിരുദ്ധമായത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിരുദ്ധമായത് എന്നാണ്, എതിരായത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കൽപ്പിക്കാത്തത് എന്നതിന് അർത്ഥമില്ല, ചെയ്യാത്തത് എന്നതിന് അർത്ഥമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ വയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ സത്യത്തില് നിങ്ങൾ ബിദ്അത്ത് ചെയ്യാനുള്ള പ്രോത്സാഹനമാണ് ചെയ്തത്. റസൂലിനെ ചെയ്യാത്തത് ചെയ്യാന്നുള്ള ഒരു പ്രോത്സാഹനം. ഇത് ഏത് ബുദ്ധിയുള്ള ഈ ക്ലാസ് റൂമിലുള്ള എല്ലാ സുന്നികൾക്കും മനസ്സിലായി കാണും. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു വരാൻ എല്ലാം തുറന്നു വെച്ചിരിക്കണം ഈ ക്ലാസ് റൂം. ഈ അനിസ്ലാമികമായ സംസാരമാണ് ഇപ്പൊ വന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. ക്ലാസ് റൂം കൊണ്ട് പൂട്ടണം അല്ലേ? എന്നിട്ട് വേണം നിങ്ങൾക്ക് അപ്പുറത്ത് ബിദ്അത്തിന്റെ സൂപ്പർ മാർക്കറ്റ് തുറന്നേക്കാൻ. സമ്മതിക്കൂല ഞങ്ങളെ, എടാ, ഞങ്ങള് സമ്മതിക്കൂല. നിങ്ങൾക്ക് ഇങ്ങനെ സഹിക്കണില്ലല്ലേ ഇതൊക്കെ കേട്ടിട്ട്? നിങ്ങൾക്ക് അപ്പുറത്ത് ചെലവാകണില്ല, കുറച്ച് ചെലവ് കുറവുണ്ടല്ലോ ഇപ്പോ. ഇതിവിടെ എങ്ങനെ നടക്കുമ്പോ എങ്ങനെയാ അവിടുത്തെ ചെലവാകുക? അതുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, ഞങ്ങൾക്കറിയാം. ക്ഷമിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല സുഹൃത്തെ, കേട്ടോ. ബിദ്അത്ത് ചെലവാക്കാൻ അവിടെ പറഞ്ഞത്. ശരിക്ക് ഞങ്ങളോട് ചോദ്യം ചോദിച്ചൊരു സുഹൃത്തിനോട്, ഷിജു ഹനീഫ്, അദ്ദേഹത്തിന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അദ്ദേഹം മനസ്സിലാക്കാനും പഠിക്കാനും ചോദിച്ചതാണ്. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ ചോദിക്കണ്ട. അദ്ദേഹത്തെ പോലുള്ള നല്ല മനസ്സുള്ള ആളുകൾ ചോദ്യം ചോദിക്കുമ്പോ ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഞങ്ങളെ എങ്ങനെ കൊടുക്കുക? ഞാനെന്താ പറഞ്ഞത്? അതൊന്ന് ശരിയാക്കണല്ല പറഞ്ഞ, അതിന് വല്ല വകുപ്പുണ്ടോ ഞങ്ങൾ ആലോചിക്കുക. മനസ്സിലായി? നമ്മളെ പറഞ്ഞതിനെ എതിർക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് നിങ്ങളത് കേട്ടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ തലേക്ക് അത് കയറാത്തത്. നല്ല നിലക്ക് തുറന്ന മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ശക്തിയും വിശാല മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അള്ളാഹ് തൽക്കാലം ഞാൻ മൈക്ക് വിടുകയാണ്. ഇന്ന് ഞാൻ മൈക്കിലേക്ക് വരൂല, കാരണം പയ്യോളി ഉസ്താദ് താഴെ ഉണ്ട്. ഇവിടെ സമയമാണെങ്കിൽ വൈകും ചെയ്തു. ആയ ചർച്ച ഇൻഷാ അള്ളാഹ് മറ്റൊരു ദിവസമാകാം. ഇന്നിനി പയ്യോളി ഉസ്താദ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ചർച്ച തുടരാവുന്നതാണ്. ഞാൻ ഇന്നിനി മൈക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് ലോകത്തും ഉപകാരപ്രദമായ നാഫിയായ ഇൽമ
അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഒരുപാട് രോഗികളും വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നമ്മുടെ റൂമിലുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ടവരിലുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. എല്ലാവർക്കും അർഹമുർ-റഹീമീനായ റബ്ബ് ശിഫാഉം ഖൈറും ഫറജും സന്തോഷന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും നാളെ അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചു വിശ്വാസമാക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഉസ്താദ് പറയുന്നത് നന്നായിരുന്നു. വലൈക്കും അസ്സലാം. ഞാൻ അതുകൂടി പറയാം. പിന്നെ പയ്യോളിഷ്ട ഉണ്ടാവും. ഞാൻ മൈക്കെടുത്ത് എന്തിനാ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിന് നല്ല മറുപടി ഉണ്ട്. പുത്തനാശയക്കാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ നമുക്ക് പുത്തനാശയക്കാരോട് തിരിച്ചു ചോദിക്കാലോ. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പരിപാടികൾ പുത്തനാശയക്കാർ നടത്തലുണ്ട് അല്ലെ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്, കുട്ടിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്, മദ്രസ ഉണ്ടാക്കുന്നത്, കോളേജ് തുടങ്ങിയത്, ഇതൊന്നും നബിയും സഹാബത്തും ചെയ്യാത്തതാണ്. ഇതൊക്കെ ഹജ്ജത്തുൽ വദാഇന്റെ ശേഷം തന്നെ അല്ലേ പോലും നടത്തുന്നത് അല്ലേ? ഇതൊന്നും ഹജ്ജത്തുൽ വദാഇന്റെ മുമ്പല്ലല്ലോ. അപ്പൊ മുജാഹിദ് ചെയ്യണമൊക്കെ ഹജ്ജത്തുൽ വദാഇന്റെ ശേഷം പറ്റുന്നാണോ പറഞ്ഞ അർത്ഥം? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയാ. ഇനി ഞാൻ യാഥാർത്ഥ്യം പറയാം. യാഥാർത്ഥ്യം എന്താണ്? ഇപ്പൊ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ഒരു മുസഹഫിൽ എഴുതിച്ചിട്ടില്ല. ഒറ്റ മുസഹഫിലായിട്ട് എഴുതിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് എഴുതിയിരിക്കുന്നത്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഞാൻ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. അതിന്റെ ശേഷമല്ലേ പരിശുദ്ധ ഖുർആൻ ഒറ്റ മുസഹഫിൽ എഴുതിയത്? അപ്പൊ അത് ഇസ്ലാമിന്റെ പുറത്താണോ? ആ മുസഹഫ് നോക്കിയിട്ട് തന്നെയല്ലേ ഇന്ന് വഹാബി അടക്കം പിന്നെ ഖുർആൻ പഠിക്കണത്? അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറയായ പരിശുദ്ധ ഖുർആൻ വരെ ബിദ്അത്താണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തൂലേ? അപ്പൊ റസൂലുള്ളാഹി തങ്ങളില്ല എന്നാണ് പറഞ്ഞത്. മുജാഹിദ് അങ്ങനെ വിരുദ്ധമായ ആശയം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദ് പുത്തൻവാദികളാവും ചെയ്തു. ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ച ആശയം എന്താന്ന് വെച്ചാല് പെണ്ണുങ്ങൾ പുരയിൽ നിസ്കരിക്കലാണ് നല്ലത്, അതാണ് അവർക്ക് കൂലിന്നാണ്. മുജാഹിദ് പെണ്ണുങ്ങൾ പള്ളിക്ക് പോകണം, അവരെ കൊണ്ടുപോകണം, അതാണ് നല്ലത് എന്ന് വാദിച്ചു. അത് റസൂലുള്ളാഹിന്റെ അധ്യാപനത്തിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് വിദഅത്താണ്. അതേപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം ദീനിൽ പഠിപ്പിക്കാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാത്തതുമാണ്. അതുകൊണ്ട് മുജാഹിദ് വാദം വിദഅത്താണ്. പിന്നെ നോക്ക്, മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ വാദിച്ചു. അങ്ങനെ ഒരു വാദം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്തതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒരു വാദമാണത്. അത്തരം വാദം വാദിച്ചതിനാൽ മുജാഹിദുകൾ വിദഅത്തുകാരായി. അങ്ങനെ കുറെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ കുറെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്, ഹദീസ് പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. ആ വിരുദ്ധമായ വാദം മുജാഹിദുകൾ വാദിച്ചപ്പോൾ അവര് വഹാബികളായി, അവര് പുത്തൻവാദികളായി. അങ്ങനെയാണുള്ളത്. മനസ്സിലായോ? അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ഞാൻ ദീൻ പൂർത്തിയാക്കിക്കണമെന്നല്ല, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? ആ ഉണ്ടായതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചതല്ലെങ്കിലും പൊതുവായി പഠിപ്പിച്ചതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പുതിയതല്ല. ആ അർത്ഥത്തിൽ അതൊന്നും പുതിയ പെട്ടതാണ്. ഉദാഹരണം പറയട്ടെ, നമ്മൾ ചർച്ച ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. എന്നാ അത് ചെയ്യാൻ പാടുണ്ടോ? പറ്റും. എന്താ കാര്യം? പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിന് മാധ്യമം ഹലാലായത് ഏതും സ്വീകരിക്കാൻ വിരോധമല്ല. അതാണ്. അപ്പൊ അതൊക്കെ പുതിയ രീതികളിലൂടെ അള്ളാഹുവിന്റെ റസൂല് പൊതുവായി പഠിപ്പിച്ച കാര്യങ്ങൾ പിന്നീട് ഉണ്ടായി എന്നതാണ് അതിലൊക്കെ ഉള്ളത്. അല്ലാതെ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് വിരുദ്ധമായ ഒരു പുതിയതല്ല. അങ്ങനത്തേതൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് കടുത്ത വിദഅത്താണ്, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നമ്മുടെ നാട്ടിലെ മുജാഹിദുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ പുതിയ ആശയങ്ങളാണ്. അതുകൊണ്ടാണ് അവർ വിദഅത്തുകാരായത്. ഇപ്പൊ നമ്മളെ ഷിജു ഹനീഫിന് ആ വിഷയം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് അടിവരയിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല നമുക്കെല്ലാം കാര്യങ്ങൾ ശതാവിധി മനസ്സിലാക്കാനുള്ള
വിശാല മനസ്സും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ മൈക്കിൽ വരൂല.